ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പതിവിന് വിരുദ്ധമായി നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ മീറ്റിംഗ് എന്നുള്ള നിലയിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച ആ വിഷയങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നും ചിന്തിക്കേണ്ടത്. അതിനായി സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ മഹത്വവും തിരുപാദപീഠത്തെങ്കിൽ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു. അതിനോടനുബന്ധിച്ച് പലവിധമായ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇങ്ങനെയൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ വരുവാനുണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ കുറേ ആഴ്ചകൾക്ക് മുമ്പ് മലയാളക്കരയിൽ പ്രസിദ്ധനായ ഒരു ദൈവദാസനിലൂടെ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളുടെ ഒരു വിശകലനം എന്ന നിലയിലാണ് നമ്മളിത് പറഞ്ഞു തുടങ്ങിയത്. അത് ഒന്നോ രണ്ടോ മെസ്സേജിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചതാണെങ്കിൽ പോലും അതങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ 10 സെഷൻസ് കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വീണ്ടും കൂടിയിരിക്കുന്നു. ഇന്നും അത് പൂർണ്ണമായും പറഞ്ഞു തീർക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും കഴിവതും നമുക്ക് മുൻപോട്ട് പോകാം. പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ അടുത്ത ദിവസം വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടുമ്പോൾ ചിന്തിക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രഹിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗൗരവമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്നും ഗൗരവമായ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ മുഖവുരയിൽ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ആ മെസ്സേജ് ഇങ്ങനെ പറഞ്ഞു പോയതിന് ശേഷം അതിനോടനുബന്ധിച്ച് ചില കമൻസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ആ കടന്നു വന്ന കമൻസിലേക്ക് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിലൊരു ഭാഗത്തൊരു വ്യക്തി കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത്, നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ എസ്തർ എത്രയോ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടാണ് രാജസന്നിധിയിൽ നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം വചനത്തിലുള്ളതല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളെയൊക്കെ ഈ രീതിയിൽ പ്രസ്താവിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ ചോദിക്കുന്ന ആളുകളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ള മെസ്സേജുകളുടെ ഏതെങ്കിലും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ കേട്ടിട്ടാണ് അവർ കമൻ്റ് എഴുതുന്നത്. ചില ആളുകളൊക്കെ അതിൻ്റെ തലക്കെട്ട് കണ്ടിട്ടും ആ തംബ്നെയിലിൻ്റെ പിക്ചർ കണ്ടിട്ടും ഒക്കെയാണ് ചിലർ കമൻ്റ് എഴുതുന്നത്. അപ്പോൾ ഈ വാത്സല്യ സഹോദരൻ ഇങ്ങനെ ഒരു കമൻ്റ് എഴുതിയത് കണ്ടപ്പോൾ എനിക്ക് വലിയ സഹതാപം തോന്നി. ഇദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ന്യൂ ജനറേഷൻ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ട ഏതോ ഒരു വ്യക്തിയാകാനാണ് സാധ്യത കൂടുതൽ. കാരണം ആ സമൂഹങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉത്സാഹത്തോടെ വന്ന് എതിരഭിപ്രായങ്ങൾ പറയുന്നത്. അവർ പറഞ്ഞു കൊണ്ടുവരുന്ന അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അവർ രേഖപ്പെടുത്തുകയാണല്ലോ. അങ്ങനെ ആ കമൻറ്റുകളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിനൊന്നും ഒരു നിലവാരം കാണുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കമൻറ്റ് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എസ്തർ ആഭരണങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് അണിഞ്ഞുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ആ സഹോദരനോട് പറഞ്ഞ മറുപടി ഇത്രയേ ഉള്ളൂ: സഹോദര, പഴയ നിയമം എന്താണ്, പുതിയ നിയമം എന്താണെന്ന് താങ്കൾ പഠിക്കേണ്ടതുണ്ട്. പഴയ നിയമത്തിൽ എസ്തേറിനെ കാണാം, അതുപോലെ വേറെ പലരെയും കാണാം. അവരൊക്കെ ആഭരണങ്ങൾ ധരിച്ചും അതുപോലെ മറ്റു പല കാര്യങ്ങളും അവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലുണ്ട്. ഇപ്പോൾ റിബേക്ക ആഭരണം ധരിച്ച കാര്യം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ലേയയും റാഹേലും ഒക്കെ ആഭരണം ധരിച്ചിട്ടുണ്ടാവും. അതുപോലെ മറ്റു പലരെയും എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ആഭരണം ധരിച്ചാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതേ താളുകളിൽ തന്നെ എഴുതിയിരിക്കുന്ന കാര്യമാണ് അബ്രഹാമിന് 3 ഭാര്യമാരുണ്ടായിരുന്നു, യാക്കോബിന് 4 ഭാര്യമാർ. പറഞ്ഞു വന്നാൽ 2 ഭാര്യമാരും 2 വെപ്പാട്ടികൾ എന്നുള്ള നിലയിൽ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ കാണാം. അതെല്ലാം ആ അധ്യായങ്ങളിലുള്ള കാര്യങ്ങളാണ്. അതിൽ നമുക്ക് താല്പര്യമുള്ളത് മാത്രം പുറത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അവിടെ യാക്കോബ് 4 വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവം അദ്ദേഹത്തിന് ധാരാളം ആടുമാട്, നാൽക്കാലികൾ, അങ്ങനത്തെ സമ്പത്ത് കൊടുക്കുന്നു. പിന്നെ പുത്രസമ്പത്ത് കൊടുക്കുന്നു. മേൽപ്പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ദൈവം അനുവദിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് അതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെ ദൈവം അനുവദിച്ചു എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലർ പറയും അതെല്ലാം ആത്മീയമായിട്ടാണ് എടുക്കേണ്ടതെന്ന്. അതിൻ്റെ എല്ലാം ആത്മീയമായിട്ടാണ് എടുക്കേണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ റിബേക്കയുടെ മൂക്കൂത്തിയും റിബേക്കയുടെ ആഭരണങ്ങളും ലേയുടെയോ റാഹേലിൻ്റെയോ ഒക്കെ അതെല്ലാം ആത്മീയമായിട്ടല്ലേ എടുക്കേണ്ടത്. ഒരു ഭാഗം നമ്മൾ ആത്മീയമായിട്ട് എടുത്തിട്ട് അടുത്ത ഭാഗം നമ്മൾ അക്ഷരീകമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യാഖ്യാന ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനോട് യോജിച്ചു പോകുന്ന കാര്യങ്ങളാണോ? അത് ഒരിക്കലും യോജിച്ചു പോകുന്ന കാര്യങ്ങളല്ല.
അപ്പം ആ സഹോദരനെ പോലെ ചിന്തിക്കുന്ന അസംഖ്യം ആളുകൾ ഈ ന്യൂ ജനറേഷൻ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പിലും പെന്തക്കോസ്റ്റുകാരുടെ ഇടയിലുമുണ്ട്. പെന്തക്കോസ്റ്റിലെ ശുശ്രൂഷകരിൽ നല്ലൊരു പങ്കിനും ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായ ഗ്രാഹ്യമില്ല. അതിൽ വളരെ പോപ്പുലാരിറ്റി ഒക്കെയുള്ള കുറേ ദൈവദാസന്മാരെ എനിക്ക് അടുത്തറിയാം. അവരോടൊക്കെ ഞാൻ ഒരു കാലത്ത് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെയുള്ള അവരുടെ ചിന്താഗതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുള്ളയാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, ഇവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും, അതായത് നല്ല രീതിയിൽ ദൈവവചനം പറയുന്ന ദൈവദാസന്മാരുണ്ടല്ലോ, അങ്ങനെ ഒരു 3-4 പേരുടെ പേര് നിങ്ങളങ്ങ് ഓർത്തോ. അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് പലർക്കും ഈ വിഷയത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പിന്നെ അവർ മൊത്തത്തിൽ ഇങ്ങനെ പറയും, എൻ്റെ ബ്രദറെ, നമ്മൾ അകത്തുള്ളത് നോക്കിയാൽ പോരെ, നമ്മൾ ഈ പുറത്തുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് സമയം കളയുന്നത് എന്തിനാണെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അവരുടെ ചുവട് പിടിച്ച ഒത്തിരി ആൾക്കാർ നമ്മളോട് ഈ രീതിയിൽ സംസാരിക്കാറുണ്ട്. നിങ്ങൾ എന്തിനാ ഈ പുറമേയുള്ള കാര്യത്തിന് ഇത്ര ശാഠ്യം പിടിക്കുന്നത്, അകമയുള്ള കാര്യത്തിന് ഗൗരവം കൊടുത്താൽ പോരെ എന്നാണ് അവരും ചോദിക്കുന്നത്. അകമയുള്ളതിനെക്കുറിച്ചും പുറമേ ഉള്ളതിനെക്കുറിച്ചും പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിനകത്ത് നമ്മൾ പറഞ്ഞു, അതായത് അകത്തും പുറത്തും എഴുത്തുള്ള കൽപ്പലകളാണ് മോശയുടെ കൈ കൊടുത്തത്. ഒരു ഭക്തൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ അകത്തും പുറത്തും ഒരുപോലെ എഴുത്തുള്ളതാണ്. സാക്ഷ്യമുള്ള ജീവിതമായിരിക്കണം. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും എല്ലാം ആ കാര്യങ്ങളെ അങ്ങനെ തന്നെ ആയിരിക്കണം. വ്യക്തതയുണ്ടായിരിക്കണം, കൃത്യതയുണ്ടായിരിക്കണം, സുതാര്യമായിരിക്കണം. അതുപോലെ ആ സഹോദരനോട് പറഞ്ഞ കാര്യം പൂർത്തീകരിക്കാം. അതായത് പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ എസ്തേറോ മറ്റാരെങ്കിലും ഒക്കെ ആഭരണം ധരിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ മറ്റ് പല രീതിയിലും നിൽക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അതങ്ങനെ നിൽക്കട്ടെ. എസ്തേർ ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമല്ല. അത് ഈ കമൻറ്റ് പറഞ്ഞു വരുന്ന സഹോദരങ്ങൾക്ക് അറിയില്ല. അത്തരക്കാരെ തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെയും ഈ മെസ്സേജൊക്കെ പറയുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഞാനും നമ്മൾ ഈ പുതുനിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട്. ഈ പറയപ്പെട്ട ആളുകൾക്ക് ആ ബോധ്യമില്ല. അവരിത് തുലനം ചെയ്യുന്നത് കണ്ടോ. എസ്തേറും ഒരു പുതുനിയമ വിശ്വാസിയായിട്ട് കൂട്ടിച്ചേർത്ത് വെച്ച് സംസാരിക്കാൻ പറ്റുമോ? എസ്തേറിൻ്റെ നിലയാണോ ഒരു പുതുനിയമ ഭക്തൻ്റെ നില? എസ്തേറിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അവർ പ്രവാസത്തിൽ കിടക്കുന്ന കാലഘട്ടമാണ്. പ്രവാസത്തിൽ വരുന്നതിന് മുമ്പ്, അതായത് കനാൻ ദേശത്ത് അവർ പാർത്തിരുന്നല്ലോ. അവിടെ പാർത്തിരുന്ന സമയത്ത് യെരുശലേമിൽ അവർക്ക് മഹത്തായ ദൈവാലയം ഉണ്ടായിരുന്നു. ആ ദൈവാലയമൊക്കെ നെബൂഖദ്നേസർ തകർത്ത് കളഞ്ഞിട്ടാണ് അവരെ പിന്നീട് പ്രവാസത്തിലേക്ക് കൊണ്ടുവന്നത്. ഇനി പ്രവാസാനന്തരം അവർ മടങ്ങിപ്പോകുന്നുണ്ട്. മടങ്ങിപ്പോയതിന് ശേഷം അവിടെ യെരുശലേം ദൈവാലയം പുനർനിർമ്മിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ അവരുടെ നടുവിൽ യെരുശലേം ദൈവാലയം ഉണ്ടായിരുന്നു. അതുപോലെയല്ല നാം വസിക്കുന്ന ഈ കാലഘട്ടത്തിൽ. ഇവിടെ ഒരു അക്ഷരീകമായ ദൈവാലയം ഉള്ള കാലഘട്ടമല്ല. ഈ കാലഘട്ടത്തിൽ നാമാണ് ദൈവത്തിൻ്റെ മന്ദിരം. തുടർന്ന് മുന്നോട്ട് പറഞ്ഞു വരുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്കൊക്കെ വരും. അപ്പോൾ ഈ എസ്തേറുമായി വന്ന സഹോദരന് കൊടുക്കുന്ന മറുപടി ഇത്രയേ ഉള്ളൂ. എസ്തേർ ഒരു പഴയ നിയമ കാലഘട്ടത്തിലെ ഒരു സഹോദരിയാണ്. ആ സഹോദരിക്ക് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, വേറെ എന്തെല്ലാം ഉണ്ടായിരുന്നു, അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. നാം വസിക്കുന്ന പുതിയ നിയമ കാലഘട്ടത്തിലാണ്. നാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അങ്ങനെ അനവധിയായ കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. മറ്റൊരു സഹോദരൻ അവിടെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഒരു ആക്ഷേപ രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഈ ആഭരണ വിരോധം പ്രകടിപ്പിക്കുന്ന പാരമ്പര്യ പെന്തക്കോസ്ത് പിശാചുക്കളെ എന്നൊക്കെയാണ് വിളിച്ചത്. അവരുടെ ഉപദേശിമാർ അങ്ങനെയാണ് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അതായത് ഈ ആഭരണം ധരിക്കുന്ന സഹോദരങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. നമ്മൾ ആരെങ്കിലും അവരെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമോ? നമ്മൾ അവരോടൊക്കെ എത്രയോ സ്നേഹത്തോടും വാത്സല്യത്തോടുമാണ് ഇടപഴകുന്നത്. ഞാൻ തന്നെ പല മെസ്സേജിലും കൂടെ പറഞ്ഞിട്ടില്ലേ, ഈ ഒരു വിഷയം നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് വചനത്തിൻ്റെ പിൻബലത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. അതേസമയം ഞാൻ ഒത്തിരി സഹകരിക്കുന്ന പല സഹോദരന്മാരും പല ദേശങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ, അവരെല്ലാം ഈ ആഭരണമൊക്കെ ധരിക്കുന്ന ആളുകളാണ്. അവരെല്ലാം വളരെ സിമ്പിൾ ലൈഫുകാരാണ്. വളരെ ലളിതമായിട്ടാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അത്തരക്കാരെ ആരെയും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വിളിക്കാറൊന്നുമില്ല. പക്ഷേ ഈ വന്ന് വിളിച്ചയാൾ അങ്ങനെ വിളിക്കാനുണ്ടായ അദ്ദേഹത്തിൻ്റെ പ്രചോദനം എന്തെന്ന് ചോദിച്ചാൽ, വേറെയും ചില കമൻസൊക്കെ ഉണ്ട് അതിനോടുള്ള ബന്ധത്തിൽ. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിനകത്ത് നമ്മൾ ഭദ്രതാവാദക്കാരനായ ഒരു പ്രസിദ്ധനായ ഉപദേശിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചായിരുന്നല്ലോ. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയുടെ ഒരു തംബ്നെയിലാണ് അവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അതായത് ഈ ആഭരണം ഉപേക്ഷിച്ചാൽ എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന്, എന്തെങ്കിലും പ്രത്യേക ഗുണം കിട്ടുമെന്നാണ് ചോദിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളാണ് ഈ വന്ന് ഈ കമൻ്റൊക്കെ ചെയ്തത്. അതായത് നിങ്ങൾക്കൊന്ന് നിർത്തി പോയിക്കൂടെ,
ഞങ്ങൾക്ക് അസഹ്യമാകുന്നു ഇതൊക്കെ കേട്ടിട്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ മെസ്സേജുകൾ പറയുന്നത് കേട്ടിട്ട് അത്തരക്കാർക്ക് അസഹ്യമാകുന്നു എന്ന്. അവരെന്തിനാ അസഹ്യപ്പെടുന്നതെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരിത് കേൾക്കാതിരുന്നാൽ പോരെ. നമ്മെ സംബന്ധിച്ച് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ മെസ്സേജ് മുതൽ ഗൗരവമായ വിഷയങ്ങളാണ് നമ്മൾ അവതരിപ്പിച്ചത്. ഓരോ മെസ്സേജുകളിലും നമ്മൾ വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ് പറഞ്ഞ് അവതരിപ്പിച്ചത്. അതിനിടയിലെല്ലാം നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അത് ന്യൂജൻ പെന്തിക്കോസ്റ്റോ എന്നാ സൈസ് പെന്തിക്കോസ്റ്റോ ആകട്ടെ, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരും ആയിക്കൊള്ളട്ടെ, അവരോടെല്ലാം നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഒരു ചോദ്യത്തിന് പോലും മറുപടി എന്നോണം സ്റ്റാൻഡേർഡായിട്ടൊരു കമൻ്റ് അതിനകത്ത് വന്നില്ല. സ്റ്റാൻഡേർഡായിട്ടുള്ള കമൻറ്റ് വന്നില്ല. ഈ വിഷയം തുറന്നുവിട്ട വിശ്രുതനായ ആ ഉപദേശിയുടെ ചർച്ച നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അതിൽ അദ്ദേഹവും മുൻപിലിരുന്ന ആ 2 ബിരുദന്മാരുമായിട്ട് സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഈ പെന്തക്കോസ്ത് സമൂഹം ഈ പൊതുസമൂഹത്തിൽ നിന്ന് ഈ ഒരു വിഷയത്തിൽ അകന്നുപോയി. അതായത് സമൂഹത്തിൻ്റെ കൾച്ചറുമായി ബന്ധപ്പെട്ട് അതിനോടൊന്നും ഇഴചേരാതെ ഇത്തരത്തിൽ അകന്നു പോയതുകൊണ്ട് ആളുകൾ നമ്മളെ ഒരു കൾട്ട് ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ വിളിക്കുമെന്നൊക്കെ അവരതിനകത്ത് പറയാനിടയായി. അതായത് സമൂഹത്തിൻ്റെ കൾച്ചറുണ്ട്, ആ കൾച്ചറോടൊക്കെ നമ്മൾ കുറച്ച് മിങ്കിൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പകരം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് എല്ലാവരിൽ നിന്നും അകന്നു പോകാനിടയായി എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അത് വലിയൊരു സങ്കടത്തിലാണ് അവരത് അവതരിപ്പിച്ചത്. അവരുടെ സങ്കടം കണ്ടിട്ട് നമുക്ക് സങ്കടം വന്നു. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ചു വന്നപ്പോൾ ഗംഭീരമായ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു. ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ന്യൂജൻ പെന്തിക്കോസ്തുകാരും അതുപോലെ ഈ പെന്തക്കോസ്റ്റിലെ ഭയങ്കര പുരോഗമനവാദികളുണ്ട്. അത്തരക്കാരെല്ലാം അവരുടെ മക്കളുടെ കല്യാണം നടക്കുമ്പോൾ വെഡ്ഡിങ് റിംഗ് ആണ് ഇടുന്നത്. ഈ വെഡ്ഡിങ് റിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൺസെപ്റ്റിലുള്ളതല്ല. അതായത് മലയാളി സമൂഹത്തിൻ്റെ കൾച്ചറുമായി ബന്ധപ്പെട്ടതല്ല ഈ വെഡ്ഡിങ് റിംഗ് എന്ന് പറയുന്നത്. അത് വിദേശ രാജ്യങ്ങളിലാണ് അത് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഉത്ഭവമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് ഈജിപ്തിൽ നിന്ന് ആരംഭിച്ച് യൂറോപ്പിലേക്ക് പോയി, പിന്നീട് യൂറോപ്പിലെമ്പാടും, പിന്നെ ഈ പറഞ്ഞ അമേരിക്ക, ലാറ്റിൻ അമേരിക്ക, അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് എല്ലാം കത്തിപ്പടർന്നൊരു ആശയമാണ് അതായത് വെഡ്ഡിങ് റിംഗ് എന്ന് പറയുന്നൊരു സംഭവം. അത് ഏഷ്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ടൊരു കാര്യമേ അല്ല. അതായത് നമ്മുടെ മലയാളക്കരയിലുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് വിവാഹ ശുശ്രൂഷയിൽ ഏറ്റവും ഗൗരവമായൊരു കാര്യമാണ് താലികെട്ടെന്ന് പറയുന്നത്. അത് ക്രൈസ്തവർ പറയുമ്പോൾ, അതായത് എപ്പിസ്കോപ്പൽ സമൂഹത്തിൽപ്പെട്ട ആളുകൾ പറയുമ്പോൾ മിന്നുകെട്ടുക എന്ന് പറയും. എന്തുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തോട് ഏകീഭവിച്ച് അതിനോട് ഇഴുകിച്ചേർന്ന് അത്തരത്തിലൊരു മിന്നുകെട്ടിന് ഒരു ശ്രമം നടത്തുന്നില്ല എന്നൊരു ചോദ്യമൊക്കെ ചോദിച്ചു. ഒറ്റയൊരുത്തൻ മിണ്ടിയിട്ടില്ല ഇതുവരെ. നമ്മൾ ആദ്യത്തെ ഒരു മെസ്സേജിന് തലക്കെട്ട് തന്നെ കൊടുത്തത് അങ്ങനെയാണ്. എന്തുകൊണ്ട് താലി കെട്ടാനായിട്ട് അല്ലെങ്കിൽ മിന്ന് കെട്ടാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നില്ല, ഈ നാട്ടിലെ സംസ്കാരത്തോട് ഇഴുകിച്ചേരാനായിട്ട് ഉത്സാഹിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചതിന് ഒരു മറുപടിയില്ല. ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നീട് നമ്മൾ മുന്നോട്ട് വന്ന സമയത്തൊക്കെ ഈ ആളുകൾ കിടന്ന് ബഹളമാണ്. അയ്യോ ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. വാക്യം എവിടെ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ നമുക്കും ഒരു ആവേശമായി. എന്നാൽ നമ്മളൊരു ചോദ്യം ചോദിച്ചേക്കാം, വാക്യം എവിടെ? എന്തിൻ്റെ വാക്യമാണ്? അതായത് ആൺകുട്ടികളോ പെൺകുട്ടികളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ കാത് കുത്തണം എന്നുള്ളതിൻ്റെ വാക്യം എവിടെയാണ് ബ്രദർ എന്ന് ചോദിച്ചിട്ട് ആരും ഇതുവരെ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. എന്നോട് മറുപടി പറയാനായിട്ട് അവർക്ക് താല്പര്യക്കുറവുണ്ടെങ്കിൽ നിങ്ങളോട് ആരോടെങ്കിലോടും ഒക്കെ പറഞ്ഞാൽ മതിയായിരുന്നു, രഹസ്യത്തിലോ പരസ്യത്തിലോ ഒക്കെ. ബ്രദറെ അങ്ങനെയൊക്കെ വാക്യമുണ്ട്, അങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ പ്രിയങ്കരിയായ അമ്മച്ചി റിബേക്കയുടെ മൂക്ക് കുത്തിയിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ഓരോരുത്തരെയൊക്കെ എടുത്ത് പഠിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കുണുക്കുകൾ, പൊൻകുണുക്കുകളുടെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് എന്തുകൊണ്ട് കുത്തിക്കൂടാ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആളുകൾ വരേണ്ടതാ. ഒരു കുഞ്ഞു പോലും ആ വിഷയത്തിൽ വന്നില്ല. എന്തായാലും കഴിഞ്ഞ ആഴ്ച നമ്മൾ ഭദ്രതാവാദക്കാരനായ ഉപദേശിയുടെ ഒരു പിക്ചർ ആ തംബ്നെയിൽ അങ്ങനെ തന്നെ കാണിച്ചു. അത് കണ്ടിട്ടാന്ന് തോന്നുന്നു കടന്നൽ കൂടെ ഇളകിയതുപോലെ അദ്ദേഹത്തിൻ്റെ കടന്നൽ സംഘങ്ങളെല്ലാം കൂടെ പാറിപ്പറന്ന് വന്ന് മൂളി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഭയങ്കര മൂളിച്ചയായിരുന്നു. പുതിയ നിയമമൊക്കെ വന്നത് അറിഞ്ഞില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എൻ്റെ ദൈവമേ, പുതിയ നിയമമൊക്കെ തുടങ്ങിയത് നമ്മളാരും അറിഞ്ഞില്ല. അവർ കഴിഞ്ഞ ആഴ്ച വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് പുതിയ നിയമമൊക്കെ ആരംഭിച്ചു എന്നുള്ളതൊക്കെ. എന്തായാലും ലോക തമാശകളാണ്. അതായത് ഈ മേൽപ്പറയപ്പെട്ട ഭദ്രതാവാദക്കാരനായ ഉപദേശിയാകട്ടെ, പെന്തക്കോസ്തിലെ പുരോഗമനവാദികളായ നവലിബറൽ ഉപദേശികളാകട്ടെ, ന്യൂജൻ ഉപദേശികളാകട്ടെ, ഒരാൾ പോലും ഈ വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് വന്നിട്ടില്ല. ഇതിൻ്റെ ആഴം അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇതെങ്ങനെ തുടങ്ങണം, ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്നൊന്നും ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും ചിന്തിച്ചിട്ടില്ല. അതിൻ്റെ തെളിവാണ് ഇദ്ദേഹം ചോദിച്ചത്, ഇത് ഉപേക്ഷിച്ചാൽ എന്ത് ഗുണമെന്ന്.
ഇത് ഉപേക്ഷിച്ചാൽ എന്ത് ഗുണമെന്നുള്ളത് ഒരു ചിന്തിക്കുന്ന പെന്തക്കോസ്തുകാരൻ്റെ മുമ്പിൽ വന്ന് പറയുമ്പോൾ അവനൊരു വിഷയത്തിൻ്റെ രണ്ട് പുറവും ശ്രദ്ധിക്കുന്ന ആളാണ്. ചുമ്മാ വന്ന് വർത്തമാനം പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതായത് ഇത് ഉപേക്ഷിച്ചാൽ എന്തു ഗുണമെന്ന് ചോദിച്ചാൽ, ഈ ആഭരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു കയറിയത് ഏത് കാലത്താണ്, എപ്പോഴാണിത് കടന്നു കയറിയത്, അതിൻ്റെ ഒരു റൂട്ട് വേർഡ് തപ്പിത്തേടി നമുക്കൊന്ന് പോകണ്ടേ? അങ്ങനെ നമ്മൾ തപ്പിത്തേടി പോയി കഴിഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമിനെ ഹൗവയെയും ആഭരണങ്ങൾ ധരിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. പാപനിമിത്തം അവർക്ക് വീഴ്ച സംഭവിച്ചു, ലംഘനത്തിലകപ്പെട്ടു. അവർ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ നേരത്ത് പാപനിമിത്തം അവർ നഗ്നരായിപ്പോയി. അവരുടെ നഗ്നതയെ മറയ്ക്കാനായിട്ട് അവരെ ഒരു വസ്ത്രം ധരിപ്പിച്ചാണ് പുറത്തേക്ക് വിട്ടത്. ഇതല്ലാതെ വേറൊരു കാര്യം നമ്മൾ കാണുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആദമിന് മക്കളുണ്ടായി. അതിൽ 2 പേരുടെ പേര് തുടക്കത്തിൽ നമുക്ക് കാണാം, കയീനും ഹാബേലും. അത് കഴിഞ്ഞ് അടുത്തൊരു മകനെ നമുക്ക് കാണാം, ഷേത്ത്. അതല്ലാതെ ആദം ധാരാളം പുത്രീപുത്രന്മാരെ ജനിപ്പിച്ചു എന്നുള്ള കാര്യവും ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ 2 പേരേ ഉള്ളോ, ഒരാളെ ഉള്ളോ എന്നൊക്കെ. അതായത് കാര്യമായിട്ട് ബൈബിൾ വായിക്കാത്ത ആളുകളാണ്, കൊച്ചു കൊച്ചു നിരീശ്വരവാദികളും പിന്നെ ഈ ഇതര മതസ്ഥരായ ചില സഹോദരങ്ങളൊക്കെ നമ്മളെ ഒന്ന് ഇരുത്തി കളയാൻ വേണ്ടിയിട്ടൊക്കെ ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണതൊക്കെ. അവിടെയൊക്കെ നമുക്ക് ഉത്തരവുണ്ട് കേട്ടോ. ചോദ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതിനെല്ലാം നമുക്ക് ഉത്തരവുണ്ട്. ഉത്തരവില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. എനിവേ, ഉൽപ്പത്തി പുസ്തകം 4, 5 ആ അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെയൊന്നും വിഗ്രഹാരാധനയെക്കുറിച്ചുള്ള സൂചനയൊന്നുമില്ല. അവിടെ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കാണുന്നില്ല. മറ്റു വഷളത്വങ്ങളൊക്കെ നമുക്ക് പതിയെ കണ്ടു തുടങ്ങാൻ കഴിയും. മറ്റു വഷളത്വങ്ങളൊക്കെ അങ്ങനെ ആ വഷളത്വത്തിൽ അവർ പെരുകി വന്ന് നോഹയുടെ കാലമായി. 6-ാം അധ്യായത്തിലേക്ക് വന്നു, നോഹയുടെ കാലമെത്തി. ആ സമയമായപ്പോഴത്തേക്കും അവർ ആ വഷളത്വത്തിൽ പെരുകി വന്നു. ദൈവിക ന്യായവിധി പിന്നാലെ അവരുടെ പുറകെ വരുന്നു. ഇതൊക്കെ നമുക്കറിയാം. അങ്ങനെ ദൈവിക ന്യായവിധി കഴിഞ്ഞ് പിന്നത്തേതിൽ നോഹയും നോഹയുടെ കുടുംബവും പുറത്തേക്ക് വരുന്നു. അവർ പിന്നീട് പെറ്റുപെരുകി സന്താനപുഷ്ടിയുള്ളവരായി. അവരിൽ നിന്ന് ജനവർഗ്ഗങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള സൂചന നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അടുത്ത അധ്യായം 11-ാം അധ്യായം അതിൻ്റെ ഒടുവിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തേരഹിൻ്റെ മകനായ അബ്രഹാമിനെ കാണാൻ കഴിയും. ആ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ആ കാലഘട്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ സത്യദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് അവർക്ക് ബോധിച്ചതുപോലെ ജീവിച്ച ഒരു കാലഘട്ടമാണ്. അവർ വിഗ്രഹാരാധികളാണെന്ന് അവിടെ എഴുതിയിട്ടൊന്നുമില്ല. സാധാരണ ആളുകൾ പറയുമല്ലോ അബ്രഹാം വിഗ്രഹാരാധി ആയിരുന്നു എന്ന്. അങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല. പിന്നെ പൊതുവെ മറ്റ് ഐതിഹ്യങ്ങളിൽ നിന്നും കഥകളിൽ നിന്നും ഒക്കെ കേട്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് പ്രസംഗികൾ സാധാരണ അങ്ങനെ പറയാറുള്ളത്. ഇനി ആ കാലഘട്ടത്തിൽ അങ്ങനത്തെ വഷളത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു സമയം മുതൽ മുന്നോട്ട് നമ്മൾ ചിന്തിച്ചു വരുമ്പോഴത്തേക്കും ദൈവവുമായിട്ട് വലിയ ബന്ധമില്ലാത്ത നിലയിലേക്ക് ജനം വന്നു. ദൈവമായിട്ട് ബന്ധമൊന്നുമില്ല. അവർക്ക് ബോധിച്ചതുപോലെ അവർ നടക്കാൻ ആരംഭിക്കുകയാണ്. ആ സമയത്ത് അവർ സങ്കല്പിച്ചുണ്ടാക്കിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു വരുന്നത്. അതായത് ഈ ആഭരണധാരണം മറ്റ് കാര്യങ്ങളും ഒക്കെ. അതായത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കയീനും അവൻ്റെ സന്തതി പരമ്പരകളും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അവർ കിഴക്കോട്ട് പോവുകയാണ്, അകന്നകന്നു പോയി അവർ പട്ടണമൊക്കെ പണിയുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ ആ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അവർക്ക് യാതൊരു ദൈവിക ചിന്തയില്ലായിരുന്നു. ഇനി നോഹയുടെ കാലത്ത് ആ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളവരല്ലേ. അതായത് കയീൻ്റെ വംശക്കാരാകട്ടെ ഷേത്തിൻ്റെ വംശക്കാരാകട്ടെ മേൽപ്പറയപ്പെട്ട 2 കൂട്ടർക്കും യാതൊരു ദൈവിക ചിന്തയോ ദൈവ ഭയമോ ഒന്നുമില്ലാത്തൊരു തലത്തിലേക്ക് അവർ എത്തിച്ചേർന്നായിരുന്നു. ആ ഒരു തലത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അബ്രഹാമിൻ്റെ കാലം എടുക്കാം. അബ്രഹാമിൻ്റെ കാലം വന്നപ്പോഴത്തേക്കും വീണ്ടും ആളുകൾ ആ ഒരു തലത്തിലേക്ക് എത്തി. ഇതിനിടയിൽ നിമ്രോദ് എന്ന് പറയുന്നൊരു കഥാപാത്രമൊക്കെ ഉണ്ട് കേട്ടോ. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിമ്രോദ് എന്ന് പറയുന്ന ആദ്യത്തെ നായാട്ട് വീരനെയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ കാലഘട്ടമൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വിവേചിക്കുക. കൂടുതൽ പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ തന്നെ ചിന്തിക്കുക, മനസ്സിലാക്കുക. അതായത് നോഹയുടെ കാലത്തൊരു ന്യായവിധി കടന്നു വന്നു. ആ ന്യായവിധിയിൽ നോഹയും തൻ്റെ കുടുംബം ഒഴിച്ച് ബാക്കി സകല മനുഷ്യരും, ഭൂതലത്തിലെങ്ങുമുള്ള സകല മനുഷ്യരും മരണപ്പെട്ടു പോയി. പിന്നീട് നോഹയും കുടുംബവും പുറത്തേക്ക് വന്ന് അവർ പെറ്റുപെരുകിയ കാര്യം പറഞ്ഞല്ലോ. ഈ പെറ്റുപെരുകി വന്ന കാലത്തൊക്കെ ഈ സംഭവിച്ച കാര്യത്തെക്കുറിച്ചൊക്കെ തലമുറ കൈമാറി അവർ വന്നിട്ടുണ്ടാകില്ലേ.
ന്യായമായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഭയാനകമായൊരു ന്യായവിധി കണ്ടതാണ് നോഹയുടെ മക്കൾ. ആ കാര്യങ്ങൾ അവരുടെ മക്കൾക്കൊക്കെ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ചരിത്രം എന്ന നിലയിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പം വഷളത്വം പ്രവർത്തിച്ച ആ ജനവർഗത്തിന് മേൽ ദൈവിക കോപം വന്നു, ദൈവം ന്യായം വിധിച്ചു എന്ന കാര്യം അറിഞ്ഞിട്ടും അവരും പിന്നീട് വഷളത്വത്തിലല്ലേ പോയത്. അതിൻ്റെ എല്ലാം കാരണം എന്താ? പാപത്തിൻ്റെ പരിഹാരം അവിടെ വന്നിട്ടില്ല സഹോദരങ്ങളെ. അതായത് നോഹയിലും മക്കളിലും എല്ലാം പാപം കിടപ്പുണ്ട്. അവർ പെറ്റുപെരുകി എന്ന് പറഞ്ഞാൽ എത്ര പെറ്റുപെരുകിയാലും ആ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെല്ലാം ആദമിലാണ് ജനിക്കുന്നത്, പാപത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ദൈവത്തോട് അടുക്കാനുള്ള ടെൻഡൻസി അല്ല കൂടുതൽ. പാപനിമിത്തം വീണുപോയ മനുഷ്യന് ഈ ഭൂമിയോടും മണ്ണിനോടും മറ്റ് കാര്യങ്ങളോടുമാണ് അവന് ആസക്തി കൂടുതൽ. നമ്മൾ ഓരോരോ കാര്യങ്ങളെടുത്ത് പഠിച്ചു നോക്കിയേ. മനുഷ്യൻ്റെ ആസക്തികൾ, മനുഷ്യൻ്റെ താല്പര്യങ്ങൾ. ഇപ്പം നമ്മൾ അണിയുന്നു എന്ന് പറയുന്ന സ്വർണമാകട്ടെ, വെള്ളിയാകട്ടെ, മറ്റു വജ്രങ്ങളാകട്ടെ, ഇതിൻ്റെ എല്ലാം കണ്ടന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വെറും മണ്ണാണ്. സ്വർണം എവിടെ നിന്നാണ് വരുന്നത്? മണ്ണിൽ നിന്നല്ലേ. ഇനി നമ്മൾ എണ്ണുന്ന ഡോളർ, ദിനാറ്, അതുപോലെ നമ്മുടെ ഇന്ത്യൻ റുപ്പിയ, ഈ പറഞ്ഞതൊക്കെ ഇപ്പോൾ പേപ്പറിൽ അച്ചടിച്ച് കിട്ടുന്നതാണ്. ഈ കറൻസികളെല്ലാം പേപ്പറിൽ അച്ചടിച്ച് കിട്ടുന്നതാണ്. ഈ പേപ്പർ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്? അത് മരത്തിൻ്റെ പൾപ്പിൽ നിന്നാണ് ഈ പേപ്പർ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് പോയി അവസാനിക്കുന്ന മണ്ണിലാണ്. മനുഷ്യന് എപ്പോഴും ആ മണ്ണിനോടൊരു ആകർഷണത്വമുണ്ട്. ഈ ഗുരുത്വാകർഷണം എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു ആകർഷണത്വമുണ്ട്, ഭയങ്കരമായ ഒരു ആകർഷണത്വമാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയാവുന്നതിൻ്റെ അപ്പുറം അവൻ പറഞ്ഞു കളയും. വാക്യം എവിടെയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രഭാഷണം തന്നെ നടത്തി കളയും. ഞാൻ ഏറ്റവും ബോട്ടം ലെവലിൽ നിന്ന് ഈ സംസാരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യന് എപ്പോഴും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളോട്. തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നവൻ്റെ പിൻതലമുറയോട് സൈറ്റാൻ മന്ത്രിക്കുന്നുണ്ട്. അതായത് നിങ്ങളിങ്ങനെ നടന്നാൽ പോരാ, കുറച്ചും കൂടെ ഒരു ആകർഷകത്വം വരുന്ന രീതിയിൽ, നല്ല രീതിയിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുമാറ് അങ്ങനെ തന്നെ നിങ്ങളെ അണിയിച്ചൊരുക്കണമെന്നുള്ള ബുദ്ധിയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ജെന്റിലായിട്ട് നടക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അതായത് നമ്മൾ അലക്കി കുളിച്ച് വൃത്തിയോടുകൂടി ഭംഗിയായിട്ട് നാലാളുടെ മുമ്പിലേക്ക് നടന്നു ചെല്ലുന്ന ആ ഒരു കാര്യമല്ല ഈ പറയുന്നത്. അതല്ല ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ തന്നെ പ്രദർശിപ്പിക്കുക, അതുപോലെ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുക, ആ ഒരു തലത്തിലേക്ക്. ലോകത്തിലെ മനുഷ്യരങ്ങനെയാ, അതിനകത്തൊരു തെറ്റൊന്നുമില്ല, ലോകക്കാരങ്ങനെയാണെന്നേ. അതേസമയം വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് നമുക്ക് വചനത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങളാണ് പറയാനുള്ളത്. ധാരാളം കാര്യങ്ങൾ. നമ്മെ സംബന്ധിച്ച് നാം എപ്പോഴും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർ നമ്മെ കാണാതെ നമുക്ക് പകരം ക്രിസ്തുവിനെ കാണണം. അതാണ് ഒരു പുതിയ നിയമ ഭക്തൻ്റെ ആഗ്രഹം. അപ്പം നാം നമ്മെ തന്നെ പ്രദർശിപ്പിക്കാനോ നമ്മെ തന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ അവതരിപ്പിക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വചനത്തിൽ വളർന്നിട്ടില്ല. നിങ്ങൾ ഇന്ന് ശിശുതുല്യമായ അവസ്ഥയിൽ നിൽക്കുന്നു. അതാണ് അതിൻ്റെ പ്രഥമമായി മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യത്തിനകത്ത് ഞാൻ തുടക്കം മുതൽ പറയുമായിരുന്നു, തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യരുടെ ഉള്ളിൽ ഇങ്ങനത്തെ ടെൻഡൻസി ഉണ്ട്. അപ്പം മുന്നോട്ട് വന്ന കാലഘട്ടത്തിൽ ഏതോ സമയങ്ങളിൽ, അതൊക്കെ സൂക്ഷ്മമായി പഠിക്കാവുന്നേ ഉള്ളൂ, ഏതോ കാലഘട്ടത്തിൽ അവൻ അണിഞ്ഞതാണ് ഈ പറയുന്ന ഈ ആഭരണങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അബ്രഹാമിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അബ്രഹാമിൻ്റെ ഭാര്യയായിരുന്നു സാറ. പിന്നത്തേതിൽ ഹാഗാർ അവിടെ രംഗത്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് കെത്തൂറയെ നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നീട് മുന്നോട്ട് പോകുന്ന കാലത്ത് യാക്കോവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, യാക്കോബിൻ്റെ ഭാര്യമാർ ലേയും റാഹേലും, അത് കഴിഞ്ഞ് 2 വെപ്പാട്ടിമാർ വരുന്ന രംഗങ്ങളൊക്കെയുണ്ട്. ആ കാലഘട്ടം എന്ന് പറയുന്ന ഒരു പൂർണ്ണതയുള്ള കാലഘട്ടമല്ല. മനുഷ്യർ പാപനിമിത്തം പുറത്തേക്ക് വന്നതിന് ശേഷം അവരുടെ ചിന്താമണ്ഡലങ്ങളോ അവരുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വിടർന്നു വരുന്ന അല്ലെങ്കിൽ പ്രകാശിച്ചു വരുന്ന കാലമല്ല. അത്രത്തോളൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ആ ഉള്ള സാഹചര്യങ്ങളിൽ ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കുന്നു. അതായത് ആ സമയത്തുള്ള പല കാര്യങ്ങളെയും ദൈവം അനുവദിക്കുകയാണ്. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഉടമ്പടികൾ വെളിപ്പെടാൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ആരംഭമാണ് അബ്രഹാമിൽ തുടങ്ങി വെച്ചത്. അബ്രഹാമിന് ശേഷം ഇസ്രായേൽ ജനത്തെ നമുക്കെടുക്കാം. അവർക്ക് പ്രമാണം ലഭിച്ചു. അപ്പോൾ കുറച്ചും കൂടെ അവർ മുൻപോട്ട് വന്നു. എന്നാലും അത് പൂർണ്ണതയുള്ള കാലമല്ല. അതേസമയം
അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ പുതിയ നിയമ കാലഘട്ടം വരികയാണ്. അവിടെയാണ് സമ്പൂർണ്ണമായ വെളിപ്പാടുകൾ തുറക്കുന്നത്. ഈ പറയപ്പെട്ട കാലഘട്ടത്തിൽ, അതായത് പ്രവാചകന്മാർ മുഖാന്തരവും പിതാക്കന്മാർ മുഖാന്തരവും ഒക്കെ ദൈവം ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ വന്നപ്പോൾ തൻ്റെ പുത്രൻ മുഖാന്തരമാണ് സംസാരിച്ചത്. കാര്യങ്ങളെ തെളിവായി വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ പദ്ധതിയുടെ രൂപരേഖ തുറന്നിങ്ങ് തരികയല്ലേ, കംപ്ലീറ്റ് കാര്യങ്ങൾ വെളിപ്പെടുകയാണ്. ആത്മാവിലെല്ലാം വെളിപ്പെട്ട് വരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പലതും മറഞ്ഞിരിക്കുകയായിരുന്നു. ആ മറഞ്ഞിരുന്ന കാര്യങ്ങളെയെല്ലാം കാൽവറിക്ക് ശേഷം വെളിപ്പെടുത്തുകയാണ്, തുറന്നു കൊണ്ടുവരികയാണ്. അങ്ങനെ തുറക്കപ്പെട്ട കാലഘട്ടത്തിൽ, അതായത് വെളിപ്പാടിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വെളിപ്പാടിൻ്റെ കാലഘട്ടത്തിൽ. അപ്പം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പാടിലാണ് വീക്ഷിക്കുന്നത്. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി കാര്യങ്ങളെ വീക്ഷിക്കുന്നത് വെളിപ്പാടിലാണ്. കാര്യങ്ങളെ വെളിപ്പെട്ട് കിട്ടണം. അപ്പോൾ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ അനവധിയുണ്ട് ഇതിനകത്ത്, അത് വെളിപ്പെട്ട് കിട്ടണം. അതായത് പൂർവന്മാരായ പ്രവാചകന്മാരാൽ പറയപ്പെട്ട മെശിഹ മറഞ്ഞിരിക്കുകയായിരുന്നു പഴയ നിയമത്തിൽ, അല്ലേ? പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ മെശിഹ, എന്നാൽ മറഞ്ഞിരിക്കുകയായിരുന്നു, വെളിപ്പെടുത്തിയിട്ടില്ല. ഒന്ന് ഓർത്തു നോക്കിയ ബത്ശേമേശ്വരുടെ കാര്യം. അതായത് ഫെലിസ്ത്യ ദേശത്തേക്ക് പോയ പെട്ടകം മടങ്ങി വരുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് അവരതിൻ്റെ മൂടി തുറക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായ സംഹാരം എന്തു ഭയാനകമായിരുന്നു. അതിഭയങ്കര ഭയാനകമായ സംഹാരമാണ് അവിടെ ഉണ്ടായത്. കാരണം ആ സമയത്ത് ഈ പെട്ടകവും പെട്ടകത്തിൻ്റെ മൂടിയൊന്നും തുറക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന സമയമല്ലല്ലോ, അത് ദൈവം അനുവദിക്കുന്ന സമയമല്ല അത്. പിന്നെ എപ്പോഴാണ് അത് തുറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാളികമുറിയിലാണ് തുറക്കുന്നത്. ശരിക്കും വെളിപ്പാടുകളുടെ കലവറ തുറക്കുന്ന അവിടെയാണ്. ക്രിസ്തു ബത്ലഹേമിൽ ഭൂജാതനായി മുൻപോട്ട് വരുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടം, അതായത് 30 വർഷം കഴിഞ്ഞു പിന്നീട് ശിഷ്യന്മാർ ഒന്നിച്ചുള്ള ആ 3.5 വർഷക്കാലത്തെ ആ ഒരു സഞ്ചാരം, ആ സഞ്ചാരത്തിൻ്റെ ഒരു സമയത്ത് വന്നപ്പോൾ കർത്താവ് തന്നെ അവരോട് ചോദിച്ചു, എന്നെക്കുറിച്ച് ചുറ്റുപാടുമുള്ളവർ എന്താ പറയുന്നതെന്ന്. അപ്പോൾ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പൂർവന്മാരായ പ്രവാചകന്മാരാൽ പറഞ്ഞു വെച്ച മെശിഹ. പത്രോസ് ചാടി പറയാണ്, നീ വന്ധ്യനായവൻ്റെ പുത്രനായ മെശിഹയാണെന്ന് പറയുകയാണ്. അത് വെളിപ്പാടിലാണ് പറയുന്നത്. എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം, അത് വെളിപ്പാടിലാണ് പറയുന്നത്. പത്രോസിന് അത് വെളിപ്പെട്ട് കിട്ടുകയാണ്. ശേഷം ശിഷ്യന്മാർക്കും പിന്നീട് അതൊക്കെ അല്പാൽപമായി വെളിപ്പെട്ട് കിട്ടുകയാണ്, പൂർണ്ണയളവിലല്ല. പിന്നീട് ആ മറുരൂപമലയിൽ അല്പം കൂടെ ഒരു കാഴ്ച ഇവരെ കാണിച്ചു. അപ്പോഴൊരു സമ്പൂർണ്ണമായ വെളിപ്പാടെന്നുള്ള നിലയിലല്ല നമ്മൾ ചിന്തിക്കുന്നത്, ഒരളവിൽ അവർക്ക് കാര്യങ്ങളെ മനസ്സിലായി. എന്നാൽ മാളികമുറിക്ക് ശേഷം ആത്മാവിലാണ് അവർക്ക് കർത്താവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകളും ബോധ്യങ്ങളും ലഭിച്ചത്. ദൈവസഭയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ, തങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ, ഇതെല്ലാം വെളിപ്പാടിൽ അവർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശുദ്ധ തിരുവഴുത്തിലുണ്ട്. തിരുവഴുത്ത് അവർക്ക് തുറന്ന് കിട്ടുകയാണ്. അങ്ങനെ തുറന്ന് കിട്ടിയ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് അവർ മുൻപോട്ട് പ്രയാണം ചെയ്തത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത്തിരി വിസ്തരിച്ചു പോയി. നമ്മുടെ മല്ലപ്പള്ളിക്കാരൻ എന്താ പറഞ്ഞത്, ഇത് ഉപേക്ഷിച്ചാൽ എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന്. മിസ്റ്റർ, ഇത് എന്ന് നിങ്ങളുടെ ശരീരത്തിൽ കയറിക്കൂടി? ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ആശയപരമായ വ്യത്യാസം എന്ന് പറയുന്നത്, അതായത് യഥാർത്ഥ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു പൂർവീകരണത്തിന് ആഗ്രഹിക്കുന്നവരുടെ സംഘമാണ്. എന്ന് വെച്ചാൽ അതായത് ക്രൈസ്തവ സമൂഹത്തിന് നടുവിലുണ്ടായ ഒരു ഉണർവാണ്, അല്ലെങ്കിൽ ഒരു മൂവ്മെൻ്റാണ് പെന്തക്കോസ്റ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലാണ് ആ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടത്. അത് ലോകമെമ്പാടും കത്തിപ്പടർന്ന് വ്യാപിച്ചു. അപ്പോൾ ആ സമയത്ത് പെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ പൂർവീകരണമാണ്, നവീകരണമല്ല. പൂർവീകരണം എന്ന് വെച്ചാൽ ഉള്ളതിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണി നടത്തുക എന്നുള്ളതല്ല. അതായത് അതിന് പിറകിലുള്ള കാലഘട്ടത്തിൽ എല്ലാ നവീകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ദേശത്ത് തന്നെ ഒരു സഭയെ നവീകരണ സഭ എന്ന് തന്നെ വിളിക്കുന്നുണ്ട്. തിരുവല്ല കേന്ദ്രമാക്കിയ മർത്തോമ സഭയെ പൊതുവെ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് നവീകരണ സഭ എന്നാണ്. അതായത് മലങ്കരയിലെ സുറിയാനി സഭയിലുണ്ടായ നവീകരണത്തിൽ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചൊരു സംഘമാണത്. അതായത് മൊത്തത്തിൽ അവരെല്ലാം മാറുന്നില്ല, ചില ഭാഗങ്ങളൊക്കെ അവർ ഇടിച്ചു കളയുന്നു, ചില ഭാഗത്ത് ചില കൂട്ടിച്ചേർക്കലുകൾ ചെയ്യുന്നു. അങ്ങനെ ഒരു നവീകരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം പെന്തക്കോസ്ത് മൂവ്മെന്റ് വരുമ്പോൾ പൂർവീകരണം എന്ന് പറഞ്ഞാൽ മാളികമുറിയിലേക്കൊരു മടങ്ങിപ്പോക്ക് എന്ന് വെച്ചാൽ
അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ കാര്യങ്ങളെ ചലിപ്പിച്ചിരുന്നത്, ആ രീതിയിലേക്കൊരു മടങ്ങിപ്പോക്ക്. അതായത് അപ്പസ്തോലന്മാർ ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പരസ്യമായി സുവിശേഷിക്കുകയും ജനത്തെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും വിശ്വാസത്താലുള്ള നീതീകരണത്തെ അവർ പ്രഘോഷിച്ചു. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു വന്നവരെ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ മാമോദീസ ഏൽപ്പിച്ചും, അങ്ങനെ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ കാത്തിരുന്ന ആത്മസ്നാനം പ്രാപിക്കുകയും വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള വലിയ ഒരു ത്വര അവരുടെ ഉള്ളിൽ വരികയും, അതുപോലെ ജയകരമായി മുൻപോട്ട് പോകണമെന്നും പല കാര്യങ്ങളും വർജിക്കണമെന്നും ഓട്ടക്കളത്തിലാണ് നാം എന്നും അംഗം പൊരുതുന്നവർ പലതിലും വർജനം ആചരിക്കേണ്ടതുണ്ട് എന്നും, അതുപോലെ പല കാര്യങ്ങളെയും അവർ ത്യജിക്കുകയും അനുദിനം ക്രൂശെടുക്കുകയും ക്രൂശിക്കപ്പെടുകയും ദിവസേന മരിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിരുന്നു. അതിലേക്കെല്ലാം ഒരു മടങ്ങിപ്പോക്കാണ്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സത്യസുവിശേഷം പ്രസംഗിക്കുക. സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോഴാണ് ജനം പാപബോധം വന്ന് ആ പാപബോധത്താൽ അവർ പുതുജനനത്തിലേക്ക് വരുന്നത്, വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരുന്നത്. അങ്ങനെ അടുത്തടുത്ത സ്റ്റെപ്പുകൾ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ആ കാലഘട്ടത്തിലെ പോലെ തന്നെ നടക്കണമെന്നുള്ളൊരു ഷാഢ്യം ഈ പറയപ്പെട്ട പ്രിയപ്പെട്ടവർക്കുണ്ടായിരുന്നു, പെന്തക്കോസ്തിൻ്റെ പൂർവന്മാർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊരു പൂർവീകരണമെന്ന്. പെന്തക്കോസ്ത് മൂവ്മെൻറ്റ് വരുന്നതിന് മുൻപ് ബ്രദറുകാരാകട്ടെ, അതിനു മുമ്പ് ഹോളിനെസ് പ്രസ്ഥാനക്കാരാകട്ടെ, അവരുടെ എല്ലാ ഉള്ളിലുണ്ടായിരുന്ന ചിന്തയും ബോധ്യമാണ് സമർപ്പിത ജീവിതത്തിലേക്ക്, അതായത് ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ളൊരു കാര്യം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, അത് പെന്തക്കോസ്തുകാർ കണ്ടുപിടിച്ച കാര്യം മാത്രമല്ല, എന്നാൽ ആ കാര്യം ഗൗരവമായി പറയാനും പഠിപ്പിക്കാനും പെന്തക്കോസ്തുകാർ ശ്രമിച്ചിരുന്നു. അവിടെ ഈ ഒരു പൂർവീകരണം ഞാൻ പറയുകയാണ്. ഇത്ര നേരം പറഞ്ഞ പൂർവീകരണം എവിടെയാ? അതായത് മാളിക മുറിയിലേക്കുള്ളൊരു മടങ്ങിപ്പോക്ക് എന്നുള്ള നിലയിലാണ് പൂർവീകരണം പറഞ്ഞത്. ഇപ്പം ഞാൻ പറയുന്ന ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ള വിഷയത്തിൽ ഒരു പൂർവീകരണം എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിലേക്കൊരു പോക്കാണ്. തോട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് വരികയാണ്. ഒരു തിരിച്ചറിവ് നമുക്ക് വരികയാണ്. അതിമനോഹരമായ നിലയിലാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ഛായയിലും നമ്മെ സൃഷ്ടിച്ചു. അങ്ങനെ നമ്മെ എല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞത് കൊള്ളാം, തിരക്കേടില്ല, നല്ലതെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെ ഓരോരുത്തരെയും വ്യത്യസ്തരായി സൃഷ്ടിച്ചു. ഏറ്റവും നല്ല രീതിയിൽ മനോഹരമായ നിലയിലാണ് നമ്മെ ഭൂമിയിൽ ആക്കി വെച്ചത്. ആ ഒരു തിരിച്ചറിവിലേക്ക് വരികയാണ് ഓരോ പെന്തക്കോസ്തുകാരനും. ആ ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോൾ ഇടക്കാലത്ത് ലോകം തന്നതായ പല കാര്യങ്ങളെയും വേണ്ട എന്ന് വെക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് എന്താ? അതായത് ഈ ആഭരണങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിൽ, അതായത് ഈ മതങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരികയാണ്. അങ്ങനെ ഈ മതങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ മനുഷ്യർ അവരെ ഭയപ്പെടുത്തുന്ന പലതിനെയും അവർ ആരാധിച്ചു തുടങ്ങി. അവർ കല്ലിനെയും മണ്ണിനെയും പാമ്പിനെയും പഴുതാരെയും ഇടിയെയും ഇടിമിന്നലിനെയും ഒക്കെ ആരാധിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇതിൻ്റെയൊക്കെ പലതിൻ്റെയും രൂപങ്ങളൊക്കെ ഉണ്ടാക്കി അവർ അണിയാൻ ആരംഭിച്ചു. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ക്രൈസ്തവർ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഒരു കുരിശിലാണ് എന്നുള്ളതിൻ്റെ പേരിൽ ഒരു കുരിശിൻ്റെ ചിഹ്നം ഉണ്ടാക്കി കഴുത്തെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അല്ല, ഞാൻ പറഞ്ഞു വന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ബലിയായി തീർന്നത് ഒരു മരക്കുരിശിലാണ്. അപ്പോൾ ആ മരക്കുരിശിൻ്റെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കി കഴുത്തിൽ കെട്ടി തൂക്കുന്ന ഒരു രീതി നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിക്കുണ്ട്. ലോകത്തിലുള്ള പല രാജ്യങ്ങളിലും ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സാധാരണ വിദേശങ്ങളിലൊക്കെ പുരോഹിതന്മാരാണ് കൂടുതലും അതിങ്ങനെ അവരുടെ കഴുത്തിലൂടെ ഒരു മാലയുടെ അറ്റത്ത് കെട്ടിത്തൂക്കിയിടുന്ന ഒരു രീതി കാണുന്നത്. ഇതുപോലെ തന്നെയാണ് പുരാതന കാലഘട്ടത്തിൽ ഈ ആഭരണങ്ങളൊക്കെ തയ്യാറായി വന്ന കാലഘട്ടത്തിൽ ആ സമയത്ത് അവരുടെ ദൈവസങ്കല്പങ്ങൾ, ആ ദൈവസങ്കല്പങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ഇതെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ്. മലയാളക്കരയിലുള്ള പൂർവന്മാരത് തിരിച്ചറിഞ്ഞു. നമുക്കിതിൻ്റെ ആവശ്യമില്ല, ഇതുകൊണ്ട് എന്തു ഗുണമെന്ന് അവർ ചോദിച്ചു. ഇതുകൊണ്ട് എന്തു ഗുണം? അപ്പോൾ അവർ തിരിച്ചറിഞ്ഞ കാര്യമുണ്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ മുന്നേറ്റങ്ങൾക്ക് ഇത് ആവശ്യമില്ല. പിന്നെ അടുത്ത ഗൗരവമായ കാര്യങ്ങളുണ്ട്, നമ്മൾ പറഞ്ഞു വരും. അങ്ങനെ വാക്യമുണ്ടോ ഇങ്ങനെ വാക്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും, വളരെ കൃത്യമായിട്ട് പറഞ്ഞു വരുമെന്നേ. ഇപ്പോൾ ഒരു നേരം പോക്ക് പെന്തക്കോസ്തുകാരന് നമ്മൾ മറുപടി കൊടുത്തില്ലേ എസ്തേറിൻ്റെ വിഷയത്തിൽ? എസ്തേർ എവിടെ കിടക്കുന്നു, നമ്മൾ എവിടെ കിടക്കുന്നു? എസ്തേർ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണോ എന്നുള്ള ഒറ്റ ചോദ്യത്തിൽ വായടഞ്ഞു പോവില്ലേ? പിന്നെ വർത്തമാനം പറയുമോ? പിന്നെ എവിടെയിട്ട് സംസാരിക്കാനാ? അതുപോലെ തന്നെയാണ് ഈ വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് മുൻപോട്ട് വരുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ തെളിവായി തുറന്നു വരും. പുറമേയുള്ള ഒത്തിരി ആൾക്കാർ എന്നോട് പറയാറുണ്ട് 5 മിനിറ്റ് കൊണ്ട് പറയാമോ എന്നൊക്കെ. നോക്കട്ടെ, ഇപ്പോൾ 10 എപ്പിസോഡ് കഴിഞ്ഞത് 11ാമതാ. ഇനിയും തീർന്നിട്ടില്ല. ഇനിയും 1, 2, 3 ഒക്കെ ചിലപ്പോൾ പോകും.
അവർ പറയാണ് 5 അല്ലെ 10 മിനിറ്റ് കൊണ്ട് പറയാവുമെന്ന്. അല്ല, നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടത് കേൾക്കണമെന്ന് ഞങ്ങളാരും പറയുന്നില്ലല്ലോ. ഇതൊന്ന് നിർത്തി പോകാമോ എന്ന് ചോദിച്ചവരുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. നമ്മളെന്തിനാ ഇത് നിർത്തുന്നത്? നമ്മൾ നമ്മുടെ സ്വന്തം പ്ലാറ്റ്ഫോമിലല്ലേ ഇതൊക്കെ സംസാരിക്കുന്നത്. താല്പര്യമുള്ളവർ കേട്ടാൽ പോരെ. നമ്മൾ നമ്മുടെ കൂട്ടു സഹോദരങ്ങളുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് അവരുടെ ആത്മീയ വർധനവിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ കൊട്ടാരക്കരക്കാരൻ്റെയോ മല്ലപ്പള്ളിക്കാരൻ്റെയോ ആടൂരുള്ള വിദ്വാൻ്റെയോ ഇവരുടെ ഒന്നും ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. അവർക്ക് മനസ്സുണ്ടെങ്കിൽ കേട്ടാൽ മതി. കേട്ട് മാനസാന്തരപ്പെടാൻ പ്ലാനുണ്ടെങ്കിൽ പെട്രോളുക, ഇല്ലെങ്കിൽ അവർക്ക് കൊള്ളാം. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, ഞങ്ങൾ നിങ്ങളെ ഒന്നും അപമാനിക്കാൻ വരുന്നില്ല. അതായത് നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങൾക്ക് ജീവിക്കാം. ഞങ്ങൾ ആരും തടസ്സം പിടിക്കാൻ വരുന്നില്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ ഗൗരവമായ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളുടെ മേലെ ഇതൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ആരുടെ മേലും ഞാൻ അടിച്ചേൽപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു ചിന്തയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇത് ഉപേക്ഷിച്ചാൽ എന്ത് ഗുണമെന്ന് അങ്ങേര് ചോദിക്കുമ്പോൾ തിരിച്ച് ഞാൻ ചിന്തിച്ച ചിന്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ പറയുന്നത് നിങ്ങളോട്. മനുഷ്യൻ്റെ ശരീരത്തിൽ ഇത് എന്ന് കയറിക്കൂടി ഈ സാധനം? ഞാനതിൻ്റെ റൂട്ട് തേടിപ്പോയപ്പോൾ ഏദൻ തോട്ടത്തിലാണ് എത്തിച്ചേർന്നത്. എന്തായാലും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് ഉറപ്പാണ്. തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഒരു പിക്ചറുണ്ട് നമ്മുടെ മുമ്പിൽ. ഒരു മൃഗത്തിൻ്റെ തോലെടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്ന ആദം. അദ്ദേഹത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അണിയിച്ചതായിട്ട് നമ്മളവിടെ കാണുന്നില്ല. കാലാന്തരത്തിൽ മനുഷ്യൻ ഇങ്ങനെ വികാസം പ്രാപിച്ച് മുൻപോട്ട് വരുമ്പോൾ വികാസം എത്ര പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ പാപം അവൻ്റെ മേലുണ്ട്. അതായത് കാൽവറി വരെ മനുഷ്യൻ്റെ ഉള്ളിൽ പാപമുണ്ട്, കാൽവറി വരെ. അപ്പോൾ ഈ ന്യായപ്രമാണ കാലഘട്ടത്തിലുള്ള ആളുകളുടെ പാപമോ എന്ന് ചോദിച്ചാൽ അവിടെ ആടുകളുടെയും കാളകളുടെയും പ്രാവുകളുടെയും രക്തത്താൽ പാപത്തെ മറയ്ക്കുന്നേ ഉള്ളൂ. അതിന് പരിഹാരം വരുത്തിയിട്ടില്ല. പരിഹാരം വരുത്തുന്നത് കാൽവറിയിലാണ്. കാൽവറിക്ക് ശേഷമാണ് പാപരഹിതമായ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യവർഗത്തിന് വരുവാൻ കഴിഞ്ഞത്. കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ കഴുകൽ പ്രാപിച്ച് നാം ശുദ്ധീകരണത്തോടുകൂടി ഇന്ന് വെടിപ്പും നിർമ്മലതയും ഉള്ളവരായിട്ട് നിൽക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടതുകൊണ്ട് വെടിപ്പും നിർമ്മലതയും ഉണ്ടായതല്ല. കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ കഴുകൽ പ്രാപിച്ചു എന്ന കാരണത്താൽ അനുദിന ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും നമ്മെ സാങ്ക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കേട്ട ഈ വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു എന്ന്. അതുകൊണ്ടാണ് നമ്മൾ കൂടെ ദൈവവചനം കേൾക്കാനും ധ്യാനിക്കുവാനും ഇതുപോലെ ഒരുമിച്ച് കൂടുന്നത്. ജോലിയൊക്കെ ഒതുക്കി സന്ധ്യാസമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് തമാശയ്ക്കല്ല. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശുദ്ധിയുള്ളവരായി തീരുകയാണ്. ലോകത്തിൻ്റെ ചിന്തകൾ, മതങ്ങളുടെ ചിന്തകൾ, മറ്റ് മാനുഷിക ചിന്തകൾ, ജഡീക ചിന്തകൾ, ഇതെല്ലാം മനുഷ്യരായ നമ്മെ സ്വാധീനിക്കും. ആ സ്വാധീനങ്ങളിൽ നിന്നെല്ലാം നമ്മെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഇരുവായ്ത്തല വാളായ ദൈവത്തിൻ്റെ വചനം. അങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം അറുത്തു മാറ്റി നമ്മെ സ്വതന്ത്രരാക്കുകയാണ്. അതായത് നമ്മെ ശുദ്ധീകരിക്കുകയാണ്. ഈ കേൾവികളെല്ലാം, ഈ ഒത്തുകൂടലുകളെല്ലാം. അപ്പോൾ ഈ ഒത്തുകൂടലിൽ ഞാൻ ഇത്രയും കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന ഉൾക്കൊള്ളുക, അല്ലാത്തത് നിങ്ങൾ വിട്ടേക്കുക. എന്നെ സംബന്ധിച്ച് ഞാനിതെല്ലാം അണിഞ്ഞിരുന്ന മനുഷ്യനാണ്. ആരും എന്നെ നിർബന്ധിച്ചില്ല, ഒരു മനുഷ്യനും എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് സ്വയം തോന്നിയ ബോധ്യത്തിലാണ് ഞാനിതെല്ലാം വിട്ടുകളഞ്ഞത്. ഞാനിതെല്ലാം വിട്ടുകളഞ്ഞെങ്കിലും പിന്നത്തേതിൽ പലരും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് സംശയം വന്നിട്ടുണ്ട്. അതെന്താ അവരങ്ങനെ, അതെന്താ ഇവരിങ്ങനെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഞാൻ മലയാളക്കരയിൽ ജനിച്ചു വളർത്തപ്പെട്ടൊരു മനുഷ്യനാണ്. അവിടെ വെച്ചിട്ടാണ് ഞാൻ വിശ്വാസ വഴിയിൽ വന്നത്. മലയാളക്കരയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിലാണ് എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ കേരളം വിട്ട് പുറത്തൊരു സ്റ്റേറ്റിലേക്ക് വരികയാണ്. ദീർഘകാലം ഞാൻ ജീവിച്ചത് മലയാളക്കരയിലാണ്. അവിടുത്തെ സംസ്കാരവും മനുഷ്യൻ്റെ ജീവിത രീതികളുമാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത്. പിന്നെ മറ്റ് സ്റ്റേറ്റുകളിലെ മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട്. അത് ആത്മീയരുടെ കാര്യത്തിലല്ല, സെക്യുലർ വേൾഡിലുള്ള മനുഷ്യരുമായിട്ട് എനിക്ക് ബന്ധങ്ങളുണ്ട്. അങ്ങനെ ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന ആരംഭകാലം മുതൽ ഞാൻ മലയാളക്കരയിൽ ജീവിക്കുന്നു. അവിടെയുള്ള ആളുകളുമായിട്ടാണ് ഞാൻ ഇടപഴകിയിരുന്നത്. പിന്നത്തേത് ഞാൻ കർണാടകത്തിൽ, വിശേഷാൽ ബാംഗ്ലൂർ പട്ടണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, ബാംഗ്ലൂർ പട്ടണം എന്ന് പറയുന്ന ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്.
ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ സ്റ്റേറ്റുകാരും ഇവിടെയുണ്ട്. ഏതാണ്ട് 1 കോടിക്ക് മേലെ ജനസംഖ്യയുള്ള വലിയൊരു പട്ടണം. അവിടെ എല്ലാ ഭാഷക്കാരും എല്ലാ സംസ്കാരമുള്ളവരും ഇവിടെയുണ്ട്. അത്തരക്കാരുടെ എല്ലാ ചർച്ചസും ഇവിടെയുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ, നേപ്പാളി, ബംഗാളി, ഹിന്ദി എന്ന് വേണ്ട എല്ലാ സൈസ് ചർച്ചുകളും ഇവിടെയുണ്ട്. ആ കൂട്ടത്തിൽ മലയാളികളുടെ ചർച്ചുമുണ്ട്. നമ്മൾ പറയുന്ന ഇവിടുത്തെ വ്യവസ്ഥാപിത പെന്തിക്കോസ് ചർച്ചുകളെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ പട്ടണത്തിലുള്ള അത്തരത്തിലുള്ള, അതായത് മലയാളി കമ്മ്യൂണിറ്റിയുടെ ചർച്ചസിൽ ഈ ഓർണമെൻറ്റ്സൊക്കെ ധരിക്കുന്നവർ വളരെ കുറവാണ്. തുച്ഛമായിട്ടേ ഉള്ളൂ. മിക്കവാറും പേരതൊന്നും ധരിക്കുന്നില്ല. അതേസമയം മറ്റ് ഭാഷക്കാരുടെ ഇടയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഇത് ധരിക്കുന്നവരാണ് ഏറിയ പങ്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രസിദ്ധമായ ഓർഗനൈസേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുടെ വലിയ ചർച്ച്, ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ച അതാണ്. 10,000-30,000 എങ്ങാണ്ട് ആളുകളുള്ള, 20,000-30,000 അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത്രയും ഉണ്ടോയെന്ന് തമ്പുരാൻ അറിയാവൂ. എന്തായാലും അദ്ദേഹം തന്നെ 6 മോതിരവും 1-2 മാലയും പിന്നെ കയ്യിൽ മറ്റേ ഞാൻ പറഞ്ഞ ആ തൊടലൊക്കെ ഇട്ട്, അതുപോലെ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കളെല്ലാവരും അങ്ങനെയാണ് അവരൊക്കെ ജീവിക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ട എല്ലാ പാസ്റ്റേഴ്സും ആ നിലയിലാണ് ജീവിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, ഈ പറയപ്പെട്ട കാര്യമൊക്കെ മലയാളികളുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വെളിയിലൊന്നും ആരും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് വചനത്തിൽ നിന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് 2 അക്ഷരം പറയാനൊന്നുള്ള ബോധ്യമൊന്നുമില്ല കേട്ടോ. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ രംഗത്തേക്ക് വന്നെങ്കിൽ തന്നെയും കാര്യങ്ങളെ അവതരിപ്പിക്കാൻ പാകത്തിന് ഇങ്ങനെ 11 എപ്പിസോഡൊന്നും പറയാൻ പോയിട്ട് 11 മിനിറ്റ് പറയാനായിട്ടുള്ള ശേഷി എനിക്കില്ലായിരുന്നു അന്ന്. അപ്പം ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ വെച്ചിട്ട് ഒരു അസസ്മെൻറ്റിലേക്ക് വരികയാണ്. ഇതിങ്ങനെയൊക്കെ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ, കേരളത്തിന് വെളിയിൽ ഒരു പരിപാടിയില്ല. പിന്നെ നമ്മൾ ഒറ്റയും തെറ്റിയായിട്ട് ചില മദാമ്മമാരെയൊക്കെ കാണാറുണ്ടല്ലോ. അങ്ങനെ കണ്ട മദാമ്മയാകട്ടെ, നാടൻ മാതാമ്മയാകട്ടെ, എല്ലാ മാതാമ്മയാകട്ടെ, ഇതൊക്കെ ധരിക്കുന്നവരായിട്ടാണ് അവരെയൊക്കെ കാണുന്നത്. ചില വർഷങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ത്യ മഹാരാജ്യത്ത് പല സ്റ്റേറ്റുകളിലൂടെ സഞ്ചരിക്കാനുള്ളൊരു സാവകാശം സ്വർഗത്തിലെ ദൈവം ഒരുക്കി. അങ്ങനെ എൻ്റെ സഞ്ചാരങ്ങളിൽ ഞാൻ പല ആത്മീയ കൂട്ടങ്ങളെയും കാണുവാനും പരിചയപ്പെടുവാനും ഇടയായി. അതായത് ദൈവകൃപയിലും അഭിഷേകത്തിലും നിൽക്കുന്ന ഭക്തന്മാരായ ദൈവദാസന്മാരെ ഒക്കെ കണ്ടു, അവരുടെ കൂട്ടങ്ങളെ കണ്ടു, ഫെലോഷിപ്പുകളെ. അപ്പോൾ അത്തരം ഫെലോഷിപ്പുകളിലൊക്കെ ഞാൻ കടന്നുപോയി, അതായത് വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ. അങ്ങനെ എൻ്റെ സഞ്ചാരങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള, ഉത്തമമായ ബോധ്യമുള്ള, വചനത്തിൽ നിന്ന് കാര്യങ്ങളെ ധരിപ്പിക്കാൻ ശേഷിയുള്ള ദൈവദാസന്മാരെ പരിചയപ്പെട്ടു. അവരുടെ കൂട്ടായ്മകളെ ഞാൻ കണ്ടു. ഞാൻ അതിനകത്തൊക്കെ കടന്നു ചെന്ന് കാര്യങ്ങളെ മനസ്സിലാക്കി. അതായത് ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആളുകൾ, അതുപോലെ വേറെ പല ഭാഷകളും, പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവർ, കാശ്മീരി ഭാഷ സംസാരിക്കുന്നവർ എന്ന് വേണ്ട പല തരക്കാരുടെ ഇടയിലൂടെ സഞ്ചരിക്കാൻ അവസരം ലഭിച്ചു. അപ്പോൾ അവിടെയൊക്കെ ഈ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായി ചിന്തിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു ജീവിതം നയിക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തു. ഞാൻ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ കണ്ടിട്ട് പോരുമൊന്നുമില്ല, അതിനെക്കുറിച്ച് അന്വേഷണം തന്നെ നടത്തി. അത് എന്തുകൊണ്ട് അവിടെ സാധിക്കുന്നു, എന്തുകൊണ്ട് ബാംഗ്ലൂർ പട്ടണത്തിൽ സാധിക്കുന്നില്ല, ഇവിടെ ഇതൊന്നും സാധിക്കില്ല, അവിടെ സാധിക്കുന്നു, തമിഴ്നാട്ടിൽ സാധിക്കുന്നില്ല, എന്തുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ ഈ പറയപ്പെട്ട പല കൂട്ടങ്ങളിലും അത് സാധിക്കുന്നത്? ഇപ്പോൾ TPM എന്ന് പറയുന്ന ആ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ച് വടക്കേ ഇന്ത്യയിൽ എല്ലായിടത്തും അവർക്ക് പ്രവർത്തനങ്ങളുണ്ട്. അവരുടെ കൂട്ടായ്മകളിലേക്ക് വരുന്ന ആളുകൾ ആരും ഇത് ഉപയോഗിക്കുന്നില്ല. വടക്കേ ഇന്ത്യയിൽ, പഞ്ചാബിലാകട്ടെ, കാശ്മീരിലാകട്ടെ, UP-യിലാകട്ടെ, പലയിടങ്ങളിലുണ്ടല്ലോ, അവിടങ്ങളിലൊക്കെ അവർക്ക് കുടിവരവുകളുണ്ട്. അവിടെ വരുന്ന ആളുകളൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല. അപൂർവമായിട്ട് ഉപയോഗിക്കുന്നവർ കാണും കേട്ടോ. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടങ്ങളിലൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നവരില്ല. അതുപോലെ ഞാൻ കണ്ട പല കൂട്ടങ്ങളുണ്ടല്ലോ, ആ കൂട്ടങ്ങളിലൊന്നും ഇത് ഉപയോഗിക്കുന്ന ആളുകളില്ല. അപ്പോൾ അതിൻ്റെ മർമ്മം ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഈ വക കാര്യങ്ങൾ പ്രസംഗിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഒരു അഭിഷേകം വേണം. അന്യഭാഷ പറയുന്ന അഭിഷേകമല്ല, അതായത് ദൈവരാജ്യം സ്ഥാപിക്കുവാനൊരു അഭിഷേകം വേണം. ഒരുവനെ കർത്താവിൻ്റെ മന്ദിരമാക്കി തീർക്കണമെങ്കിൽ ശുശ്രൂഷകന്റെ തലമേൽ അഭിഷേകം ജ്വലിക്കണം. കഥ പറയുന്നത് പോലെയല്ല, കമൻട്രിയും ഡിക്ഷണറിയും നോക്കിയിട്ട് കുറേ കാര്യങ്ങളെ വന്ന് ഛർദ്ദിക്കുന്നത് പോലെയല്ല ഇത്. യഥാർത്ഥ പുതിയ നിയമ ശുശ്രൂഷ, അതായത് വ്യക്തികളെ ഒരുക്കുകയാണ് കുഞ്ഞാടിൻ്റെ കാന്ത എന്ന നിലയിലേക്ക്. കാഹളത്തിന് വേണ്ടി അവരെ സജ്ജമാക്കുകയാണ്. അതിന് ഏത് സ്റ്റേറ്റ് ആണെങ്കിലും, ഏത് കൾച്ചറാണെങ്കിലും, എന്ത് കൾച്ചറാണെങ്കിലും അതിനെയെല്ലാം ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകണം.
ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. ഞാൻ പഞ്ചാബിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിലുള്ള അസംബ്ലീസ് കോഡ്, IPC, മറ്റ് കൂട്ടങ്ങളുണ്ടല്ലോ, ഇവർക്കെല്ലാം അവിടെ ചർച്ചസ് ഉണ്ട്. അവരുടെ എല്ലാം ചർച്ചസിൽ വരുന്ന ലോക്കൽ പഞ്ചാബീസ്, അതായത് പഞ്ചാബിലെ സിഖുകാരുണ്ട്, പഞ്ചാബി ഹിന്ദുസുണ്ട്. പഞ്ചാബി സിഖുകാർ ധാരാളം പേര് വിശ്വാസത്തിൽ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ വന്ന ആളുകളിൽ മെജോറിറ്റിയും അവരുടെ ആ ടർബൻ അഥവാ തലപ്പാവ് അണിഞ്ഞവരാണ്. അതായത് അവരുടെ മതപരമായ ചിഹ്നങ്ങളിൽ 5 കാര്യമുണ്ട്. 5 കാര്യം. ആ 5 കാര്യം ഏതാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ടർബൻ എന്ന് പറയുന്നത്. സ്ത്രീകളെ പോലെ തന്നെയാണ് അവരുടെ പുരുഷന്മാർ മുടി നീട്ടി വളർത്തുന്നത്. മുടി നീട്ടി വളർത്തിയിട്ട് അത് ചുരുട്ടി കെട്ടി ഇങ്ങനെ തലയിൽ വെച്ചിരിക്കും. എന്നിട്ട് അത് കവർ ചെയ്തുകൊണ്ടാണ് ആ ടർബൻ. അതിനകത്തൊരു ചീപ്പ് പോലെ ഒരു സാധനം വെച്ചിരിക്കും. പിന്നെ കയ്യിൽ ഇടിവള, പിന്നെ ഒരു ഡ്രസ്സിൻ്റെ വിഷയം, ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ 5 കാര്യം വരുന്നത്. അപ്പോൾ അവരാരും അതൊന്നും ഉപേക്ഷിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ മറ്റു കൂട്ടങ്ങളുണ്ടല്ലോ, ഞാൻ കടന്നു ചെന്ന് കണ്ടെത്തിയ കൂട്ടങ്ങൾ, ആ കൂട്ടങ്ങളിലൊക്കെ കടന്നു വന്നിട്ടുള്ള ധാരാളം സിഖുകാരുണ്ട്. അവർ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം വിശ്വസിക്കുന്നവരാണ്. പുരുഷൻ തൻ്റെ തല മറയ്ക്കരുതെന്നുള്ള കാര്യം. അവരൊക്കെ അവരുടെ കൾച്ചർ തന്നെയാണ് മുറിച്ചു കളഞ്ഞത്. അപ്പോൾ ആ സൊസൈറ്റിയിൽ അവർ എന്ത് എതിർപ്പ് നേരിട്ട് കാണും? അതാരെങ്കിലും നിർബന്ധിച്ചുകൊണ്ട് ചെയ്തതാണോ? അവർക്ക് സ്വയം തോന്നിയ കാര്യമല്ലേ. അവർ തലയെക്കെട്ടൊക്കെ അഴിച്ച് താഴെ വെച്ചു. ഇടിവളയുണ്ടല്ലോ കയ്യാലുള്ളത്, നമ്മൾ പറയുന്ന ഭാഷയെ കേട്ടു ഇടിവള എന്നൊക്കെ. അതിനവർ പറയുന്ന വേറൊരു പേരാണ്, ആ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനത്തെ വളകളെല്ലാം അവർ ഊരി വെച്ചെന്നേ. അങ്ങനെ ആ വളകൾ ഊരി വെക്കാനും ഈ പറഞ്ഞ ടർബൻ താഴെ വെക്കണമെങ്കിൽ ശുശ്രൂഷകന്റെ മേൽ അഭിഷേകം ജ്വലിക്കണം. കഥ പറഞ്ഞാൽ പോരാ, വിശ്വാസ ജീവിതം പ്രാക്ടീസ് ചെയ്യണം. സപ്പോർട്ട് മിനിസ്ട്രി ആയിട്ട് നാട്ടിൽ നിന്ന് പോയ ഉപദേശിക്കൊന്നും ഈ നൂറ്റാണ്ടിൽ സാധിക്കില്ല അതൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. സപ്പോർട്ട് മിനിസ്ട്രിയുമായിട്ട് വടക്കേ ഇന്ത്യയിലോ ഏത് ഇന്ത്യയിലാണേലും കടന്നുപോയി കാര്യങ്ങളെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊരു കാര്യം രംഗത്ത് കൊണ്ടുവരുവാനായിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല. എളുപ്പമല്ല. അപ്പോൾ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ശുശ്രൂഷ മുഖത്തൊക്കെ ആകാത്ത വേലക്കാരാണെന്ന് ഏറിയ പങ്കും. ആകാത്ത വേലക്കാർ, ദൈവവചനത്തിൻ്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടാത്ത മണ്ടത്തരങ്ങൾ മാത്രം പറയുന്ന, കുറേ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പുതുമയുണ്ട്. പുതുമ കണ്ട ആളുകൾ ഇവരുടെയൊക്കെ ചുറ്റും വട്ടം കൂടും. ആളുകൾക്ക് പുതുമ ആവശ്യമാണ്. പുതുമ എന്തൊരു ചോദ്യമാണ്, ഇത് ഉപേക്ഷിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കണം. ഇവരെല്ലാം കപടഭക്തരാണ്. ഞാൻ തുറന്നു പറയുകയാണ്. ഈ നിലയിൽ സംസാരിക്കുന്ന ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും കപടഭക്തരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇവരുടെ എല്ലാം ഭാര്യമാർക്ക് ആഗ്രഹമുണ്ട് ഇത് ധരിക്കാനായിട്ട്. വളരെ കൃത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇവരുടെ ഭാര്യമാർക്ക് ആഗ്രഹമുണ്ട്. ഭാര്യമാർ ഇവരുടെ അടുത്ത് ഉണർത്തിച്ചിട്ടുണ്ട് ആ കാര്യം, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന്. അതെങ്ങനെയാണ് സജി പാസ്റ്റർ അറിയുന്നത്? ആ ഉണർത്തിച്ച സമയത്ത് അടുത്ത് നിന്ന് കേട്ടവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കഥ പറയുന്ന ഉപദേശിമാരുടെ ഭാര്യമാർ അവരോട് ഈ കാര്യം അണിയണം, ആഗ്രഹമുണ്ട്, വാങ്ങിത്തരാമോ എന്ന് കാര്യമായി കെഞ്ചി ചോദിച്ചിട്ടും ഇന്ന് വരെ വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇത് ഉപേക്ഷിച്ചാൽ എന്ത് ഗുണമെന്നല്ലേ ചോദിച്ചത്? ആ സഹോദരി അത് തന്നെയാണ് ചോദിച്ചത്. ഞാൻ ഇതൊന്നും ഇല്ലാതെ നിൽക്കുന്നതുകൊണ്ട് എന്ത് ഗുണം? എനിക്ക് അല്പം വാങ്ങിത്തരൂ എന്നാണ് പറഞ്ഞത്. ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ നമ്മൾ വചനം ശ്രദ്ധിച്ചാൽ വചനത്തിന് ഇതിന് വാക്യമില്ല. ഇങ്ങനൊരു പ്രാക്ടീസ് അപ്പോസ്തലന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ഇതാരും പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ കേരളത്തിൽ ആർക്കോ തോന്നിയ ഒരു ഉറക്കപ്പിച്ചാണ് എന്ന് പറയുന്ന കേമന്മാരോടെല്ലാം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാർക്ക് വാങ്ങിക്കൊടുക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നില്ല? ഘോര സംസാരിച്ച് വരുന്നവരുണ്ടല്ലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നിങ്ങളിൽ പലരും ഒക്കെ ഇടയ്ക്ക് പ്രസംഗം കേൾക്കുന്ന വലിയ ആഴമേറിയ പ്രസംഗമൊക്കെ പറയുന്ന ഉപദേശിമാരുണ്ടല്ലോ. അവരിൽ പലരുടെയും ഭാര്യമാർ ഇത് ഉപയോഗിക്കുന്നവരല്ല. അവർക്കിവർ വാങ്ങിക്കൊടുത്തിട്ടില്ല. അവർ ചെറുപ്പം മുതൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ കയ്യിൽ ഇതുണ്ടാകില്ല, ആ സഹോദരിമാരുടെ കയ്യിൽ. ഓക്കെ, ഇങ്ങനെ ബുദ്ധിരാക്ഷസന്മാരായ പാസ്റ്റർമാരെ ഭർത്താക്കന്മാരായിട്ട് കിട്ടിക്കഴിയുമ്പോൾ അവരവരുടെ തെറ്റ് മനസ്സിലാക്കണ്ടേ? മണ്ടത്തരം ആരോ പണ്ട് പറഞ്ഞ ആ മണ്ടത്തരത്തിനനുസരിച്ച് ഞാൻ കാതും കുത്തിയില്ല, കഴുത്തും തുറന്നിട്ട് അയ്യയ്യേ നാണക്കേട്, സ്വന്തക്കാർ ബന്ധുക്കൾ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ നടക്കാൻ കൊള്ളാവോ എന്ന് അവരും ചിന്തിക്കണ്ടേ? ഞങ്ങളുടെ ഭർത്താക്കന്മാർ സമൂഹത്തിൽ വന്ന് നിന്ന് എല്ലാം അബദ്ധമായി പോയി എന്ന് പറയുന്നു. നാട്ടുകാരെ മുഴുവൻ പഠിപ്പിക്കുന്നു വാക്യമില്ലെന്ന്. അപ്പം ആ ഭർത്താക്കന്മാരോട് എന്തെങ്കിലും വിധേയത്വമോ അനുസരണമോ ബഹുമാനമോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ സഹോദരിമാർ മാത്രമല്ല,
ഈ പറയുന്ന ഉപദേശിമാരും അറ്റ്ലീസ്റ്റ് ഒരു മോതിരമെങ്കിലും ഇടണം. ഈ തൊടലൊന്നും ഇട്ടില്ലേലും വേണ്ടില്ല, ഒരു മോതിരമെങ്കിലും നിങ്ങൾ ഇടണം. മോതിരമെങ്കിലും. നിങ്ങൾ അതൊന്നും ഇടാതെയാണ് ഈ കഥ പറയാൻ വരുന്നത്. അത് ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതെ, വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ്. അതായത് കാര്യങ്ങളെ ഇവർക്ക് ക്ലിക്കായിട്ടില്ല. അതിന് ഞാനൊരു തെളിവ് പറയാം. ഈ വാക്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്ന പുള്ളികൾക്ക് വാക്യം നമ്മൾ കൊടുക്കുകയാണ്. പുറപ്പാട് ദിവസം 3-ാം അധ്യായം തുറന്നേ. പുറപ്പാട് ദിവസം 3-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 3. അപ്പോൾ പുറപ്പാട് ദിവസം 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം ഇപ്പോൾ വായിച്ചത്. എന്താ അവിടെ വായിച്ചത്? ഓരോ സ്ത്രീ താൻ്റെ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിസ്രൈമിനെ കൊള്ളയിടുകയും വേണം. അതായത് തുടക്ക സമയത്ത് യഹോവയായ ദൈവം ഇസ്രായേലിനോട് പറയുന്ന കാര്യമാണ്. ദീർഘകാലം അവരവിടെ ജോലി ചെയ്തിട്ട് അവരെ കഷ്ടപ്പെടുത്തിയതല്ലാതെ അവർക്ക് കൂലി കൊടുക്കുകയോ അവർക്ക് കിട്ടേണ്ടതായ അവകാശം ഒന്നും കിട്ടാതെയാണ് ഇപ്പോൾ അവരവിടെ നിന്ന് പോരേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് മിസ്രൈമിനെ ഈ പറഞ്ഞ രീതിയിൽ കൈകാര്യം ചെയ്യണം, അവരോട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചു വാങ്ങണം. എങ്ങനെയൊക്കെയാണ് പറഞ്ഞത്? വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങണം. എന്തൊക്കെയാ? വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കണം. പുത്രിമാരെ മാത്രമല്ല, പുത്രന്മാരെയും ധരിപ്പിക്കണം. നമ്മുടെ നാട്ടിലെ രീതി എങ്ങനെയാ? കൾച്ചറുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ പുത്രിമാർക്കാണ് ഈ വിഷയത്തിൽ പ്രാധാന്യം. പുത്രിമാർക്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? പുത്രന്മാരെയും പുത്രിമാരെയും അണിയിക്കണമെന്ന് ആര് പറഞ്ഞു? വലുവനായ ദൈവം അവരോട് പറയുകയാണ്, പുത്രന്മാരെ ഇതൊക്കെ അണിയിക്കണമെന്ന്. അപ്പം എന്തെന്തെല്ലാം കാര്യങ്ങൾ അണിയിക്കണമെന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ പറയുന്ന വെള്ളിയാഭരണങ്ങളിലും പൊന്നാഭരണങ്ങളിലും എന്തെന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതായത് എന്തെന്തെല്ലാം ആഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതായത് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവർ ചെങ്കടലും കടന്ന് മുൻപോട്ട് വന്ന് മരുഭൂമി വഴിയായി സഞ്ചരിച്ച് ഹോരേബിൻ്റെ അടിവാരത്തെത്തി. മോശ ഇപ്പോൾ പർവ്വതത്തിലാണ്. ആ സമയത്ത് ജനം താഴ്വരയിൽ അഹരോൻ്റെ നേതൃത്വത്തിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. അങ്ങനെ ഒത്തുകൂടിയ സമയത്ത് അവർ പറയുകയാണ്, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന മോശയെ കാണാനുമില്ല, യഹോവയായ ദൈവത്തെക്കുറിച്ചൊരു കേട്ടുകേഴ്വിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പേ നടക്കാനായിട്ട് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ലേ? അങ്ങനെയല്ലേ? ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് പറ്റിയെന്ന് ഞങ്ങൾ അറിയുന്നില്ല, അതുകൊണ്ട് നീ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഈ അഹ്റോൻ എന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലും ബോധം ഉണ്ടെങ്കിൽ തിരിച്ചു പറയണ്ടേ, ഞാൻ എന്നാ ദൈവത്തെ ഉണ്ടാക്കുന്ന പുള്ളിയാണോ എന്ന്? ജനത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പുള്ളി കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ആരെയും വെറുപ്പിക്കില്ല. ചില ഉപദേശിമാരൊക്കെ അങ്ങനെയല്ലേ, ആരെയും വെറുപ്പിക്കില്ല, എല്ലാവരെയും സോപ്പിട്ട് പതപ്പിച്ച് നിൽക്കും. വലിയ പതപ്പീരുകാരനാണ് ഇദ്ദേഹവും. അപ്പോൾ എന്തായാലും പുള്ളി അവർക്ക് നിർദ്ദേശം കൊടുത്തു. എന്താ നിർദ്ദേശം? അഹ്റോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അപ്പോൾ അന്ന് പോന്നപ്പോൾ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളുമായിട്ടാണ് പോകുന്നത്. അത് പലതുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആഭരണമാണ് പൊൻകുണുക്ക്. ആ പൊൻകുണുക്ക് അവരുടെ ഭാര്യമാരുടെയും ആൺമക്കളുടെയും പെൺമക്കളുടെയും കാതിലുണ്ട്. അവരുടെ ആൺമക്കളുടെയും പെൺമക്കളുടെയും കാതിൽ എന്തുണ്ട്? പൊൻകുണുക്കുണ്ട്. അപ്പോൾ അത് മിസ്രൈമിൽ നിന്ന് വാങ്ങിച്ച് ധരിപ്പിച്ചോളാൻ പറഞ്ഞതാരാ? യഹോവയായ ദൈവം. യഹോവയായ ദൈവം തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെ യഹോവയായ ദൈവം പറഞ്ഞതുപോലെ തന്നെ അവർ വെള്ളിയാഭരണങ്ങൾ വാങ്ങിച്ചു. അതിൽ പ്രധാനപ്പെട്ട സാധനമാണ് കുണുക്ക്. ആ കുണുക്ക് കാതിൽ കെട്ടിത്തൂക്കുമല്ലോ, ആ കുണുക്ക് കാതിൽ അവരണിഞ്ഞു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പറയപ്പെട്ട കുണുക്കുകളും ഈ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ഒക്കെ, ഈ പറയപ്പെട്ട പൊൻകുണക്കാകട്ടെ വെള്ളിയാഭരണങ്ങളാകട്ടെ പൊന്നാഭരണങ്ങളാകട്ടെ, ഇതൊക്കെ അവിടെ നിന്ന് ശേഖരിച്ചുകൊണ്ട് വരാൻ പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. പിന്നത്തേതിൽ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് ദൈവത്തിന് അറിയാമല്ലോ. അടുത്തതായിട്ട് മോശ പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ യഹോവയെ ദൈവം മോശയോട് പറഞ്ഞ കാര്യം മോശ ഇവരോട് പറയാൻ പോവുക. ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം, പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കേണ്ടിയ ആ കൂടാരം, സമാഗമന കൂടാരം എന്ന് പറയുന്ന കൂടാരത്തിൽ പൊന്നിൻ്റെ പണിയുണ്ട്, വെള്ളിയുടെ പണിയുണ്ട്, താമ്രത്തിൻ്റെ പണിയുണ്ട്, അങ്ങനെ പല തരം പണികളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ശേഖരിച്ച് കൊണ്ടുവരുവാൻ പറഞ്ഞത്. അത് ഇവിടം വരെ നിങ്ങൾ അണിഞ്ഞോ എന്ന് പറഞ്ഞിരുന്നു. ഹോരേബിൽ വന്നതിന് ശേഷം നിങ്ങളത് മനഃപൂർവ്വ ദാനമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് മുമ്പ് അഡ്വാൻസ് ചെയ്ത് അഹ്റോൻ്റെ നിർദ്ദേശപ്രകാരം പൊൻകുണുക്കുകൾ ഇവർ പറിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താ?
യഹോവയായ ദൈവം കൽപ്പിച്ചിട്ട് അവരുടെ ആൺമക്കളും പെൺമക്കളും പൊൻകുണുക്കുകൾ അണിഞ്ഞു. എന്തുകൊണ്ടാണ് വചനത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ബിരുദന്മാർ ഈ വചനം ഒന്നും കണ്ടിട്ടില്ലേ? നിങ്ങളുടെ ആൺമക്കൾക്ക് പൊൻകുണുക്ക് എന്തുകൊണ്ട് വാങ്ങിക്കൊടുക്കുന്നില്ല? പെൺമക്കൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അവിടെ ഒരു ലിംഗവ്യത്യാസത്തിൻ്റെ ആവശ്യമുണ്ടോ? വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തുല്യ നിലയിലാണ് ഇവിടെ കാണുന്നത്. രണ്ട് കൂട്ടർക്കും പൊൻകുണുക്ക് വേണം. നിങ്ങൾ ജോയി ആലുക്കാസിൽ പോയിട്ട് പെമ്മക്കൾക്ക് മാത്രം പൊൻകുണുക്ക് മേടിച്ചു കൊടുക്കുന്നു. അത് ഏത് വചനത്തിൻ്റെ ഏത് റെഫറൻസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്? അതിനുള്ള റെഫറൻസ് എവിടെയാണ്? എൻ്റെ ന്യൂജൻ സഹോദരന്മാരെ, ന്യൂജൻ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ ബെന്തിക്കോസ്തേ, അല്ലെങ്കിൽ പുരോഗമനവാദികളായ ബെന്തിക്കോസുകാരെ, നിങ്ങൾ ഈ വാക്യങ്ങൾ കാണുന്നില്ലേ? ഇതിൽ കൂടുതലൊരു അനുമതി പത്രത്തിൻ്റെ ആവശ്യമുണ്ടോ? പുറപ്പാട് ദിവസം 3-ാം അധ്യായത്തിലും 32-ാം അധ്യായത്തിലും പച്ചയ്ക്ക് എഴുതി വച്ചിരിക്കുകയാണ്, ഇസ്രായേലിയരുടെ ആൺമക്കളും പെൺമക്കളും പൊൻകുണുക്കുകൾ അണിഞ്ഞിരുന്നെന്ന്. എന്തുകൊണ്ട് ആധുനിക പെന്തിക്കോസ്ത് അവരുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും പൊൻകുണുക്കുകൾ വാങ്ങിക്കൊടുക്കുന്നില്ല? നിശ്ചയമായും പൊൻകുണുക്കുകൾ വാങ്ങിക്കൊടുക്കേണ്ടതല്ലേ? ഇപ്പം ആരോടാ ഇത് ചോദിക്കുന്നത്? ആരുടെയെങ്കിലും ഒരു അഭിപ്രായം ഒന്ന് പറയാവോ? പൊൻകുണുക്ക് വാങ്ങിക്കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ലാലു പാസ്റ്റർ, നമ്മുടെ ആൺപിള്ളേർക്കൊക്കെ പൊൻകുണുക്ക് വാങ്ങിക്കൊടുക്കണ്ടേ? പെൺകുട്ടികൾക്ക് കൊടുക്കുമ്പോ ആൺകുട്ടികൾക്ക് കൊടുക്കണം, ന്യായമായിട്ടും കൊടുക്കണ്ടേ? റഫറൻസ് ഉണ്ടോ, വാക്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിലാണ് നമ്മൾ വാക്യം വെച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ആൺകുട്ടികൾക്ക് കുണുക്ക് വാങ്ങി കൊടുക്കുന്നില്ല? അത് മര്യാദയാണോ? ആൺകുട്ടികൾക്കും ന്യായമായിട്ടും കുണുക്ക് വാങ്ങി കൊടുക്കണം. വാങ്ങുവാണെങ്കിൽ തുല്യ നിലയിൽ രണ്ടു കൂട്ടർക്കും വാങ്ങണം. അതാണ് ചെയ്യേണ്ടത്. വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും. അപ്പോൾ ഇന്ന് വെള്ളിയാഭരണങ്ങൾ കാലഹരണപ്പെട്ടു പോയെങ്കിൽ സാരമില്ല, വിട്ടേരെ. പൊന്നാഭരണങ്ങൾ വാങ്ങിച്ച് അവർക്ക് കൊടുക്കണം. അത് ചെയ്യേണ്ടതല്ലേ? അത് ചെയ്യുന്നുണ്ടോ? ചുമ്മാ മുട്ടായുക്തിയുമായിട്ടാണ് ഈ പുള്ളികളെല്ലാം വരുന്നത്. ഈ സകല പുള്ളികളും മുട്ടായുക്തിയായിട്ടാണ് വരുന്നത്. വെറും മുട്ടായുക്തിയായിട്ട് ചുമ്മാ വന്ന് അധിക്ഷേപിക്കുകയും ചുമ്മാ വന്ന് നമ്മളെ അപമാനിക്കുകയും ചെയ്യുകയാണ്. അതായത് ആഭരണം ധരിക്കാത്ത പെന്തക്കോസ്തുകാരെ ആഭരണം ധരിക്കാത്ത പെന്തക്കോസ്ത് പിശാച് എന്നൊക്കെയാണ് വിളിക്കുന്നത്. നമ്മൾ ഈ ബാഹ്യാലങ്കാരങ്ങളോടുള്ള ബന്ധത്തിൽ അതിന് താല്പര്യം കാണിക്കാത്തതിൻ്റെ പിന്നിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന ബോധ്യങ്ങൾ കൊണ്ടല്ലേ. നമ്മൾ ഈ വിഷയം എവിടെ നിന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്? പരമ്പരാഗത പെന്തക്കോസ്റ്റ് ടീച്ചിങ്ങിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് നമ്മളിത് അവതരിപ്പിക്കാറ്. നമ്മളിത് അവതരിപ്പിക്കുന്ന എവിടെന്നാ? പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്നാണ് ഈ വിഷയം പറഞ്ഞു കൊണ്ടുവരുന്നത്. ആ പടുകുഴിയിൽ അവസാനിക്കേണ്ട ഒരുവനായിരുന്നു അല്ലെങ്കിൽ ഒരുവളായിരുന്നു ഞാനും നിങ്ങളും. അവിടെ നിന്ന് കൃപയാൽ ഒരു ഉദ്ധാരണം ലഭിച്ചതാണ്. നാം മുടിഞ്ഞു പോകേണ്ടതായിരുന്നു. മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവിടുത്തെ മഹാകൃപയൊന്നു മാത്രമാണ്. തൻ്റെ പുത്രൻ്റെ തങ്കച്ചോരയാണ് നമ്മെ വീണ്ടെടുത്തത്. ആ തങ്കച്ചോരയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ചു വന്നവരാ നാം. ശേഷം മനുഷ്യർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കേണ്ടവരല്ല നാം. നമ്മുടെ ചുറ്റുപാടുമുള്ള വിവിധ ജാതി മതസ്ഥരായ ആളുകളുണ്ട്. അത്തരക്കാരെങ്കിലും നമ്മുടെ ഒരു പ്രസംഗം കേട്ടത് പരമാർത്ഥമാണെങ്കിൽ അവർ യൂട്യൂബിന് തന്നെ തീയിടും. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ച് ശുദ്ധ മണ്ടത്തരമാണ്. മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന കാര്യമാണെന്നൊക്കെ അവർ ചോദിച്ചു കളയും. നിങ്ങളിത് എന്താ ഈ പറയുന്നത്? ഒരു ചെറിയ കമ്മലോ ഒരു മാലയോ അല്ലെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ ദൈവത്തിന് ഇത്ര കോപം എന്താണെന്നൊക്കെ ചോദിച്ചു കളയും. ഇതെന്ത് ഭ്രാന്തായി പറയുന്നതെന്നൊക്കെ ചോദിക്കും. അവരുടെ അതേ മനസ്സുള്ളവരാണ് ന്യൂജൻ പെന്തിക്കോസ്തും കണ്ണ് തുറക്കാത്ത പെന്തിക്കോസ്തും. അങ്ങനെ പറഞ്ഞേക്കാം, ന്യൂജൻ പെന്തിക്കോസ്തും കണ്ണ് ശരിയാമണ്ണം തുറക്കാത്ത പെന്തിക്കോസ്തും. ഇപ്പം നമ്മളെന്തായി പറഞ്ഞു വന്നത്? പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ഒരുവനെ ഉദ്ധരിച്ചു കൊണ്ടുവരികയാണ്. അവനെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നത് എങ്ങോട്ടാ? അവനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ക്രൂശിൻ്റെ കാഴ്ചയാണ്. ക്രൂശിൻ്റെ ദർശനമാണ് അവന് ലഭിക്കുന്നത്. ക്രിസ്തു തൻ്റെ തിരുമേനി തകർക്കാനായിട്ട് സമർപ്പിച്ചേൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ച അല്ലേ? നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തു തൻ്റെ ശരീരം ഒരു യാഗമായിട്ട് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചയല്ലേ കാണുന്നത്? ആ കാഴ്ചയല്ലേ സുവിശേഷ ഘോഷണത്തിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്? നമ്മൾ ഈ വിഷയം അവതരിപ്പിച്ചു കൊണ്ടുവരുന്ന ആ രീതിയിലല്ലേ? അങ്ങനെ ക്രിസ്തു തൻ്റെ ശരീരം സമർപ്പിച്ച ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അതൊരു ഭയാനകമായ കാഴ്ചയായിരുന്നു.
ആ കാഴ്ചയിലൂടെ അനവധി ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ആ കാഴ്ചയിലൂടെ അനവധി ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഏദൻ തോട്ടം മുതൽ ചിന്തകൾ വരികയാണ്. പാപനിമിത്തം നമുക്ക് തോട്ടത്തിൽ നിന്ന് പുറത്തു വരേണ്ടി വന്നു. അതായത് അവരുടെ ഉള്ളിൽ മുളച്ചു പൊന്തിയ മോഹം നിമിത്തം ഒരു അഭിലാഷം ഉള്ളിൽ വന്നല്ലോ, അത് പറിച്ചു തിന്നണോ എന്നുള്ള. അങ്ങനെ തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നതാണ്. അതായത് അതിന് മുൻപ് അവരോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയപ്പെട്ട വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ ശിക്ഷയുണ്ടെന്ന്. കഠിനമായ ശിക്ഷയായിരിക്കും, മരണമാണ് നിന്നെ കാത്തിരിക്കുന്നത്. മരണത്തിന് വിധിക്കപ്പെട്ട് തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നവരാണ് മനുഷ്യവർഗം. അവൻ്റെ ശരീരമാകട്ടെ, അവൻ്റെ ദേഹിയാകട്ടെ, അതെല്ലാം ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടതാണ്. ആ ശിക്ഷയാണ് ക്രിസ്തു കാൽവറിയിൽ അനുഭവിച്ചത്. തൻ്റെ ശരീരത്തിൽ ആ പീഡ ഏറ്റു, ആ ദണ്ഡനമേറ്റു. തൻ്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീർന്നു. ആ ശിക്ഷാവിധി മുഴുവൻ തൻ്റെ മേൽ വന്നു. എൻ്റെ മേൽ വരേണ്ട ശിക്ഷ തൻ്റെ മേൽ വന്നു. പാപത്തോടുള്ള ബന്ധത്തിൽ ഈ ശരീരം അതിൽ ഇൻവോൾവ് ആയിരുന്നു. അതിൽ പങ്കെടുത്തതാണ് ഈ ശരീരവും അന്നത്തെ പ്രക്രിയയിൽ. ആ കാരണത്താൽ ഈ ശരീരത്തിലും അതിൻ്റെ ദണ്ഡനം വരും. ആ ദണ്ഡനമാണ് ക്രിസ്തു ഏറ്റെടുത്തത്. അതെല്ലാം ഞാൻ കണ്ടയാളല്ലേ, അതെല്ലാം കണ്ടയാളല്ലേ. അവിടെയല്ലേ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്, നിന്റെ ശരീരം ഇതുപോലൊരു സമർപ്പണാനുഭവത്തിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളൊരു ചോദ്യം. അതെന്താ ഇവിടുത്തെ പെന്തിക്കോസുകാർക്ക് കേൾക്കാൻ കഴിയാത്തത്? സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ഇവരോട് ആരോടും ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ലേ, നിന്റെ ശരീരം സമർപ്പിക്കണമെന്ന്. സമർപ്പിക്കണമെന്ന് പറഞ്ഞ് ചുമ്മാ സമർപ്പിക്കുകയാണോ? മുഴുവനെ കൊണ്ടുപോയി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണോ? അങ്ങനെയല്ലല്ലോ, ഒരു യാഗമായിട്ട് ഏൽപ്പിക്കാനല്ലേ പറഞ്ഞത്. നമ്മൾ സാധാരണ പറയാറുള്ള രീതിയുണ്ട്, നമ്മൾ രക്ഷകനെ കണ്ടെത്തുന്നു. കാൽവറി, അവിടെ നമ്മുടെ രക്ഷയുടെ ആരംഭം കുറിക്കപ്പെടുകയാണ്. അങ്ങനെ രക്ഷാനുഭവത്തിലേക്ക് വന്ന നാം അടുത്തപടി രക്ഷകനോട് ചേരുവാൻ സ്നാനമേൽക്കുകയാണ്. വിശ്വാസ സ്നാനം ഓടിച്ചു പറയുകയാണ്. അങ്ങനെ വിശ്വാസ സ്നാനത്തിലേക്ക് നമ്മൾ ചൂടുവെക്കുന്നു. ശരീരം സമർപ്പിക്കപ്പെടുകയാണ്, ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ബലിപീഠത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് ക്രിസ്തുവിനോട് ചേർന്ന് ഒരു ക്രൈസ്തവ ജീവിതം ആരംഭിക്കുകയാണ്. പിന്നീട് അതൊരു വിശുദ്ധ ജീവിതമാണ്. മരണം വരെ വിശുദ്ധ ജീവിതം നയിക്കണം. അവങ്കിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നിർമ്മലനായിരിക്കണമെന്നൊക്കെയല്ലേ വചനം പറയുന്നത്. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി സമർപ്പിച്ച് ഇറങ്ങിത്തിരിച്ചവരാണ് നമ്മൾ. ബാക്കിയുള്ളവരുടെ കാര്യം ഇപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? അവർ ഈ ആകാത്ത വേലക്കാരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് ഇത് ഉപേക്ഷിച്ചാൽ എന്ത് ഗുണം എന്നൊക്കെ ചോദിച്ചാൽ ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യ്. ഞങ്ങളെ സംബന്ധിച്ച് ഉത്തമ ബോധ്യമാണിത്, ഉത്തമ ബോധ്യമാണ്. അവനാൽ ഞാൻ ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്, ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ്. അനുദിനം ഞാൻ മരിക്കുകയാണ്. ഞാൻ എൻ്റെ സ്വയത്തിന് മരിക്കുകയാണ്. എൻ്റെ ആഗ്രഹങ്ങൾക്ക്, എൻ്റെ അഭിലാഷങ്ങൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ അനുദിനം മരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തപ്പിത്തേടി പോകുന്നത്? ഏറ്റവും നല്ല പുതിയ ഫാഷനിലുള്ള ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, കുണുക്കുകളൊക്കെ വന്നിട്ടുണ്ടോയെന്ന് അന്വേഷിച്ച് പോകാൻ എനിക്ക് സമയമുണ്ടോ? വലിയ ചോദ്യം അത്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകും. അപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ റോമാലേഖനം 12:1-2 വാക്യം വന്നു. അതാണ് ഞാൻ പറഞ്ഞ ആ സമർപ്പണാനുഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. അത് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ വാക്യം ഫിലിപ്പി ലേഖനം 12:2, നാം നമ്മുടെ രക്ഷയ്ക്കായി ഭയത്തോടും വിറയലോടും പ്രവർത്തിക്കണം. അങ്ങനെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ ദേഹം, ദേഹി അതിൻ്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കാൻ വേണ്ടി ഭയത്തോടും വിറയലോടും നമ്മൾ നമ്മെ തന്നെ ബലിപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അക്ഷരീയമായൊരു പ്രവൃത്തിയല്ല, ആത്മീയമായൊരു പ്രവൃത്തി. അതിനെ നമ്മെ തന്നെ ഏൽപ്പിക്കുകയാണ്, അതിനെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അതായത് പത്രോസ്ലീഹ പറഞ്ഞ വാക്യം നമ്മുടെ മുമ്പിൽ വരികയാണ്. പിന്നീട് മുൻപോട്ടുള്ള നമ്മുടെ ആ ഒരു ജീവിതം, പ്രവാസകാലം ഭയത്തോടും വിറയലോടും കഴിക്കണം. തുടർന്ന് മുൻപോട്ട് പോകുന്ന ആ ഒരു ജീവിതത്തിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടും വിറയലോടും നമ്മൾ കഴിക്കേണ്ടതുണ്ട്. ഇവിടെ 20-ാം സങ്കീർത്തനത്തിലൊരു വാക്യം പെട്ടെന്ന് ഞാൻ ഓടിച്ചു തീർക്കാം. ഇവിടെ 20-ാം സങ്കീർത്തനത്തിലൊരു വാക്യം, ആ വാക്യം എടുക്കുക, 20-ന്റെ 4-ാം വാക്യം. ഇപ്പം നമ്മൾ വായിച്ച സങ്കീർത്തനം 20-ന്റെ 4-ാം വാക്യമാണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ആ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലമൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും പറയാതെ തന്നെ ഈ വാക്യം ഈ കാലഘട്ടത്തിലെ വിശ്രുതന്മാരായ ഉപദേശിമാരുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്കറിയാം. കേൾവിക്കാരായ ജനം ഈ വാക്യം വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ഉള്ളിൽ ഒരു ഭയങ്കരമായ ഒരു ആവേശം തന്നെ കടന്നു വരും. എന്താ അത്? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. നമ്മൾ സാധാരണ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയാറ്?
നോക്കണം, ഇത് ഒരു പഴയ നിയമ ഭക്തൻ സങ്കീർത്തനക്കാരൻ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. അതേസമയം ഇപ്പോൾ ഇത് വായിച്ച് കേൾക്കുകയും ചെയ്യുന്നവരൊന്നും പഴയ നിയമക്കാരല്ല, നമ്മൾ പുതിയ നിയമക്കാരാണ്. അതായത് പഴയ നിയമക്കാർ ഈ വാക്യം വ്യാഖ്യാനിക്കുന്ന പോലെയല്ല നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. അവർ വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിലെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി അക്ഷരികമായ വ്യാഖ്യാനങ്ങളായിരിക്കും. നമ്മെ സംബന്ധിച്ച് ഈ വാക്യത്തിലുള്ള ഒരു കാര്യവും അക്ഷരികമായി വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കാരണം നമ്മോട് പറഞ്ഞിരിക്കുന്ന എപ്പോഴും ഉയരത്തിലുള്ളത് ചിന്തിപ്പാനാണ്. നമ്മുടെ വ്യാഖ്യാനങ്ങളെല്ലാം ഉയരത്തിലേക്കായിരിക്കണം, നിത്യതയുമായി ബന്ധപ്പെട്ട രീതിയിലായിരിക്കണം നമ്മുടെ എല്ലാ വ്യാഖ്യാനങ്ങളും. ഈ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ട കാര്യം, അത് കാണുന്നതിന് തൊട്ട് മുമ്പ് അതിന് തൊട്ട് മുകളിൽ 3-ാം വാക്യമുണ്ട്. 3-ാം വാക്യത്തിൽ കാണുന്നത്, നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. സമയം പോയതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയാണ്, വിശദീകരിക്കാൻ പോവുകയല്ല. നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ എന്നുള്ളതിന് അവിടെ ഹീബ്രുവിൽ വരുന്ന വാക്ക് ഡാഷൻ എന്നുള്ള വാക്കാണ്. ഡാഷൻ, ആ വാക്കിൻ്റെ അർത്ഥം വെണ്ണീർ അഥവാ ചാരം എന്നുള്ളതാണ്. നിന്റെ ഹോമയാഗം വെണ്ണീറായി തീരട്ടെ എന്നുള്ളൊരു നിലയിലാണ്. അപ്പം നമ്മെ സംബന്ധിച്ച് നാം ബലിപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട മനുഷ്യരാണ്, അല്ലേ? നാം ക്രിസ്തു എന്ന രക്ഷിതാവിനെ കണ്ടെത്തി. അതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങൾ ഓർത്തു നോക്കിയേ. നാറ്റമല്ലയോ വമിച്ചത് എന്നല്ലേ പാട്ട് പാടുന്നത്? തൊട്ട് മുമ്പുള്ള നിമിഷം. ഇന്ന് കൃപയാൽ നാം ഉദ്ധരിക്കപ്പെട്ടു, രക്ഷാനുഭവത്തിലേക്ക് വന്നു, തലയ്ക്ക് മീതെയുള്ള വാള് നീങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ ആ സമർപ്പിത ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് തന്ന ബുദ്ധിയുപദേശത്തിൽ നാം നമ്മെ തന്നെ ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചു. ആ ബലിപീഠത്തിലേക്ക് ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യം കൂടെ പറയണം. അതായത് ചുമ്മാ ഏൽപ്പിച്ചാൽ പോരാ. ലേവ്യപുസ്തകം 9:16 പ്രകാരം ആ യാഗം നിയമപ്രകാരമായിരിക്കണം, അതായത് പ്രമാണപ്രകാരമായിരിക്കണം. യാഗം പ്രമാണപ്രകാരമായിരിക്കണം. അതിലേക്ക് പറഞ്ഞു കൊണ്ടുവരാം. അപ്പം നോക്കണം, ബലിപീഠത്തിൽ ഏൽപ്പിക്കപ്പെട്ട നമ്മൾ സങ്കീർത്തനം 20:4 വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ മനുഷ്യരാണ്, പലവിധമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്കുണ്ട്. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഗൗരവതരമായ ആഗ്രഹങ്ങളുണ്ട്. പ്രയോറിറ്റി ഉണ്ടല്ലോ, എല്ലാ കാര്യത്തിലും മുൻഗണനയുണ്ടല്ലോ. ആ മുൻഗണന അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നു, നാം ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞു, നാം കാഹളം തുനിച്ച് പുതിയ ഭൂമിയിൽ എത്തപ്പെടേണ്ടവരാണ്. അതേസമയം ഒരു ശരാശരി പെന്തക്കോസ്ത് ലോകത്തിൽ നിന്ന് കുറച്ചും കൂടെ മാറി നിന്ന്, അല്ലെങ്കിൽ മുൻപോട്ട് നിന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മെ സംബന്ധിച്ച് നമ്മളെന്താ പഠിച്ച് ബോധ്യപ്പെട്ട് നിൽക്കുന്നത്? ജയിക്കുന്നവർ മാത്രമേ കർത്താവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുകയുള്ളൂ. രക്ഷിക്കപ്പെട്ടവരെല്ലാം പുതിയ ഭൂമി വരും. പക്ഷെ കർത്താവിൻ്റെ കൂടെ സിംഹാസനത്തിൽ ഒരു ശരീരസ്ഥരെന്നുള്ള നിലയിൽ, ഏകശരീരസ്ഥരെന്നുള്ള നിലയിൽ അങ്ങനെ സിംഹാസനത്തിലേക്ക് വരണമെങ്കിൽ ജയാളികളുടെ സംഘത്തിനെ വരാൻ പറ്റൂ. വെളിപ്പാട് പുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആ വിഷയം ചിന്തിക്കുന്നത് എങ്ങനെയാണ്? രക്ഷിക്കപ്പെട്ടവരെല്ലാം പുതിയ ഭൂമി വരുമെങ്കിലും വെളിപ്പെടുന്ന തേജസ്സിൻ്റെ നഗരമായ പുതിയ യെരൂശലേമിൻ്റെ അംശികളും ഓഹരിക്കാരും ആകുക എന്ന് പറയുന്നത് തെക്കോട്ടും വടക്കോട്ടും പോകുന്ന, ഇത് ഉപേക്ഷിച്ചാൽ എന്ത് ഗുണമെന്നൊക്കെ ചോദിക്കുന്ന അത്തരക്കാർക്കുള്ളതല്ല. അത് സമർപ്പിത ജീവിതം നയിക്കുന്ന, വില കൊടുത്ത് മുൻപോട്ട് വന്നവർക്കുള്ളതാണ്, അല്ലേ? പുതിയ യെരൂശലേം പണിയുന്ന 12 വിധ രത്നങ്ങളാലാണ്. അപ്പോൾ അവിടെ 12 വിധ രത്നങ്ങൾ കണ്ടിട്ട് ചില ആൾക്കാർ അതും പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. കണ്ടില്ലേ അവിടെ രത്നങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര വിഷമം എന്നൊക്കെ ചോദിച്ചാൽ അവർ വരുന്നത്. ദൈവവചനത്തിൻ്റെ ABCD അറിയാൻ പാടില്ലാത്ത, ഉയരത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയില്ലാത്ത, ആകാത്ത വേലക്കാരുടെ ശിഷ്യന്മാരാണ് വന്ന് ഇതൊക്കെ സംസാരിക്കുന്നത്. അവർ തന്നെ അവരുടെ ജീവിതം നാശത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ രത്നമുണ്ട്, വെള്ളിയുണ്ട്, സ്വർണ്ണമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ കാണുന്ന 12 വിധ രത്നങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവ മഹിമകളുമായി ബന്ധപ്പെടുത്തിയാണ് ആ ഭാഗമൊക്കെ വിശദീകരിക്കുന്നത്. അവിടെയാണ് റോമാലേഖനത്തിൽ പറയുന്നത്, നമ്മെ ക്രിസ്തുവിനോട് അനുരൂപരാകുവാനാണ് വിളിച്ചിരിക്കുന്നത്. സെയിം ഇമേജിലേക്ക് വരുവാൻ, അനുരൂപരാകുവാൻ. എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന്, എന്ന് വെച്ചാൽ നാം ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് എത്തിച്ചേരണമെന്ന്. അപ്പോൾ 20-ാം സങ്കീർത്തനം 4-ാം വാക്യപ്രകാരം ഈ കാര്യത്തിനൊന്നും നമ്മൾ ഒരു ഗൗരവം കൊടുക്കുന്നില്ല. പകരം കുണുക്ക് എവിടെ കിട്ടും, കുണുക്കിനുള്ള വാക്യം എവിടെയാണെന്ന് തപ്പി തേടി പോവുകയാണെങ്കിൽ കുണുക്ക് ഇട്ടുകൊണ്ട് അവിടെ വരാൻ മേലെന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്.
ക്രിസ്തു നിമിത്തം ഒരു ചെറിയ കാര്യം ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളാകുന്നത്, അഥവാ രക്തസാക്ഷികളാകുന്നത്? ക്രിസ്തു സ്വർഗ മഹിമകളെയെല്ലാം ഉരിഞ്ഞു വെച്ചിട്ടാണ് താണിറങ്ങി വന്നത്. താഴാവുന്നതിൻ്റെ മാക്സിമം താണെന്നല്ലേ നമ്മൾ പഠിക്കുന്നത്? അത് എവിടെ വെച്ചാൽ നമ്മൾ പഠിക്കുന്നത്? മന്നായെ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അത്രയും ചെറുതായിട്ട് ഇറങ്ങി വന്നു. നിങ്ങൾ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുക്കണമെന്ന് പറയുന്നത് ആരാ? തന്നെത്താൻ ഒഴിച്ച് വേഷാൽ മനുഷ്യനായി വന്നവനാ പറയുന്നത്. മനുഷ്യരായ നമ്മളോട് പറയാണ്, വീണ്ടെടുക്കപ്പെട്ടവരോട് പറയാണ്, നിങ്ങൾ തന്നെത്താൻ, അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വയത്തിന് മരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ജഡികമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിന് പോവുകയല്ല വേണ്ടത്. അതിനെയെല്ലാം ബലിപീഠത്തിലേക്ക് കൊണ്ടുവരണം. അവിടെ തീ കത്തുന്നുണ്ട്. ദൈവഹിതം തിരിച്ചറിയണം. അപ്പം നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വെറും ലോകൈക കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ദൈവപ്രസാദം ലഭിക്കുന്ന കാര്യമാണോ? അതായത് 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള 3-ാം വാക്യത്തിൽ പറയാണ്, നാം തന്നെ ബലിപീഠത്തിൽ കത്തിച്ചാരമാകണമെന്ന്. അതായത് നമ്മുടെ ജഡാഭിലാഷങ്ങൾ ചാരമാകണം. നാം നമ്മുടെ സ്വയത്തിന് മരിക്കണം എന്നുവെച്ചാൽ ഇവിടെ ആത്മീയ ഭാഷയിലാണ് പറയുന്നത് ചാരമായി തീരണമെന്ന്. മഹാപുരോഹിതൻ ചാരം കയ്യിലെടുക്കുമ്പോഴാണ് സ്വർഗം പ്രസാദിക്കുന്നത്. അങ്ങനെ മഹാപുരോഹിതൻ ചാരം എടുക്കുമ്പോൾ അതിനകത്ത് എല്ലിൻ കഷ്ണങ്ങളോ മാംസ കഷ്ണങ്ങളോ ഉണ്ടെങ്കിൽ ദൈവപ്രസാദം ഉണ്ടാകില്ല. നമ്മൾ ജഡത്തിൽ ജീവിച്ച് സ്വയത്തിൽ ജീവിച്ച് ഈ പറയപ്പെട്ട ആകാത്ത വേലക്കാരുടെ എല്ലാം പ്രസംഗം കേട്ട് അങ്ങനെ വാക്യമില്ല ഇങ്ങനെ വാക്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മളെ കുഴി ചാടിക്കും. ഇനി ഇതിൻ്റെ തുടർച്ചയിൽ നമ്മൾ പറയാൻ പോകുന്നത് സായിപ്പും മദാമയുടെ വിഷയമാണ്. സായിപ്പ് സ്വർഗത്തിലുണ്ടോ മദാമ സ്വർഗത്തിലുണ്ടോ എന്നൊക്കെയുള്ള ലേലം വിളി ഉണ്ടല്ലോ. അതിനൊക്കെ മറുപടി കണ്ടെത്തണ്ടേ? ഇങ്ങനെ പറഞ്ഞ് നിർത്തിയാൽ മതിയോ? അതെല്ലാം നമുക്ക് കാണണം, അതെല്ലാം നമുക്ക് പറയാനുണ്ട്. നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് വരാം. അപ്പോൾ 4-ാം വാക്യത്തിൽ ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യവും പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ 132-ാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ 3, 4, 5 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിൻ്റെ വല്ലഭനൊരു നിവാസം കണ്ടെത്തും വരെ. അതായത് ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദാണെന്നറിയാം. ആ കാലഘട്ടത്തിൽ സമാഗമന കൂടാരമാണ് അവരുടെ നടുവിലുള്ളത്. ദാവീദിൻ്റെ ഒടുവിലേക്ക് വന്ന സമയത്താണ് യെരൂശലേം ദേവാലയം പണിയാനുള്ള അളവ് തനിക്ക് ലഭിച്ചത്. പക്ഷെ അത് പണിയാനുള്ള അനുവാദം ലഭിച്ചില്ല. അത് തൻ്റെ മകനായ ശലോമോനിലൂടെയാണ് പണിയാൻ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടുന്ന A to Z കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ദാവീദ് തന്നെയാണ്. ആ ഒരു സമയത്ത് ദാവീദ് പറയുന്ന ഒരു കാര്യമാണ്, ശ്രദ്ധിക്കണം. ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിൻ്റെ വല്ലഭനൊരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. ഒരു ഭക്തൻ പറയുന്നത് കേട്ടോ, തൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല എന്ന് വെച്ചാൽ താൻ ഉറങ്ങില്ല, കണ്ണടക്കില്ലെന്നൊന്നും അല്ലല്ലോ അതിൻ്റെ അർത്ഥം. അത് വായിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിലെ താല്പര്യം നമുക്ക് മനസ്സിലാകില്ലേ, അതിൻ്റെ ഗൗരവം മനസ്സിലാകില്ലേ. യാക്കോബിൻ്റെ വല്ലഭനൊരു നിവാസം കണ്ടെത്തും വരെ. യെരൂശലേം ദേവാലയത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് താനിത് പറയുന്നത്. യാക്കോബിൻ്റെ വല്ലഭനൊരു നിവാസം പണിയുന്ന കാര്യത്തിലുള്ള വ്യഗ്രതയാണ് ദാവീദിനെ ഭരിക്കുന്നത്. മഹാരാജാവായ ദാവീദ് പറയാണ്, ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല, ഞാൻ എൻ്റെ ശയ്യമേൽ കയറി കിടക്കയുമില്ല. അതായത് ഞാൻ പല കാര്യങ്ങളും ആസ്വദിക്കില്ലെന്നാണ് ആ പറഞ്ഞു വരുന്നത്. രാജാവായ ഞാൻ പല കാര്യങ്ങളും ആസ്വദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഗോൾ എന്ന് പറയുന്നത്, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യാക്കോബിൻ്റെ വല്ലഭനൊരു നിവാസം പണിയണം. ഒരു പഴയ നിയമ ഭക്തനായ ദാവീദിൻ്റെ എരിവാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്ന നാം ഓരോരുത്തരും ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നിവാസമാണ്. അതായത് ദൈവത്തിൻ്റെ നിവാസം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 2 കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് സമാഗമന കൂടാരം, 2 യെരൂശലേം ദേവാലയം. സമാഗമന കൂടാരം എന്ന് പറയുന്നത് നമ്മുടെ ഇഹലോക ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുന്ന ആ ഒരു കാഴ്ചയാണ് കൂടാരവുമായി ബന്ധപ്പെട്ട് കാണുന്നത്. യെരൂശലേം ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ കാണുന്നത് വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന തേജസ്സിൻ്റെ നഗരമായ പുതിയ യെരൂശലേമുമായി കണക്ട് ചെയ്താണ് നമ്മൾ പറയാറ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് 2 സൈഡിൽ നിന്ന് നമ്മൾ നോക്കിക്കാണുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അതായത് ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ
നാം ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മൺമയമായൊരു കൂടാരത്തിൽ സഞ്ചരിക്കുകയാണ്. അതാണ് സമാഗമന കൂടാരം കാണിക്കുന്നത്. സമാഗമന കൂടാരം എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇഹലോക ജീവിതത്തെയാണ് കാണിക്കുന്നത്. 2 യെരുശലേം ദേവാലയം എന്താ കാണിക്കുന്നത്? വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന തേജസ്സിൻ്റെ നഗരമായ പുതിയ യെരുശലേമുമായിട്ട് കണക്ട് ചെയ്യും. എന്ന് വെച്ചാൽ പുതിയ യെരുശലേം തേജസ്സിൻ്റെ കല്ലുകൾ ചേർത്ത് വെച്ചാണ് പണിയുന്നത്. ഇന്ന് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ കൂടാരമാണ്, മറു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നാം വരാൻ പോകുന്ന പുതിയ ഭൂമിയിലെ തേജസ്സിൻ്റെ നഗരത്തിൻ്റെ കല്ലുമാണ്. 2 കാര്യമാണ് നമ്മിൽ കാണുന്നത്. നാം ഇന്ന് കൂടാരമാണ്, അപ്പോൾ തന്നെ നാം വരാൻ പോകുന്ന പുതിയ ഭൂമിയിലെ നഗരത്തിൻ്റെ കല്ലുമാണ്. അതായത് എവിടെയോ കിടന്ന കാട്ടുകല്ലുകളായ നമ്മെ വെട്ടിയെടുത്തുകൊണ്ട് വന്നു. അങ്ങനെ നമ്മെ വെട്ടിയെടുത്തുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ നാം ജീവനുള്ള കല്ലുകളായി. പിന്നത്തേതിൽ മുൻപോട്ടുള്ള യാത്രയിൽ നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്. നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് രംഗത്തേക്ക് വരുമ്പോൾ ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് വരികയാണെന്ന് പറഞ്ഞല്ലോ. ഇതൊന്നും എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ല. എന്തിനാണ് ആ സമർപ്പണം യാഗമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആ ഒരു സമർപ്പണത്തിലേക്ക് വന്നവരെയാണ് പുതിയ യെരുശലേമിൻ്റെ കല്ലെന്നുള്ള നിലയിൽ പണിയുന്നത്. അല്ലാത്തതൊക്കെ പ്രൈസ് ആൻഡ് വർഷിപ്പായിട്ട് കുറച്ച് ഇവിടം കൊണ്ട് അവസാനിക്കും, കുറച്ച് പുതിയ ഭൂമി കൊണ്ട് അവസാനിക്കും, അത്ര തന്നെ. ബിരുദ പ്രാപിക്കാൻ പാകത്തിനൊന്നും അവർ ഓടുന്നില്ലെന്നേ, ജയിക്കാൻ വേണ്ടി ഓടുന്നില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തി അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെ അനുദിനം ക്രൂശിച്ചും അങ്ങനെയൊന്നും അല്ല ഈ കൂട്ടരൊന്നും പോകുന്നത്. അവരവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം അവർ വാക്യമൊക്കെ എടുത്തുകൊണ്ട് വരും. വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, ഞങ്ങൾ കുണുക്കിട്ടുന്നോർത്ത് ഇങ്ങേർക്ക് എന്നാ കുഴപ്പമെന്നൊക്കെ ചോദിച്ച്. അതേസമയം നമ്മൾ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളുണ്ട്. നാം ഒരു ബലിയായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ബലിയായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണമായൊരു സമർപ്പണമല്ലേ? ആ ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവിടെ ഒരു ആരംഭമാണ് കുറിക്കപ്പെടുന്നത്. കാട്ടുകല്ലുകളായിരുന്ന നമ്മെ പണിയാൻ ആരംഭിക്കുകയാണ്. അതിന് നമ്മുടെ സമ്മതപത്രമാണ് ബലിയായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സമ്മതപത്രം വേണ്ടേ? ആ സമ്മതപത്രത്തിൽ നമ്മൾ ഒപ്പിടുന്നതാണ് ഈ സ്നാനത്തിൽ നമ്മൾ കാണുന്നത്. സെയിൽ ഡീഡിൽ ഒപ്പിടുക എന്ന് പറയും. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ സമ്മതപത്രത്തിലാണ് ഒപ്പിടുന്നത്. എന്തിനാ? നമ്മെ പണിയാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. നമ്മളല്ലേ ഈ സഭ, നമ്മെ പണിയുമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ പണിയണമെങ്കിൽ നമ്മുടെ സമർപ്പണം ആവശ്യമാണ്. നാം രക്ഷിക്കപ്പെടുമ്പോൾ ഒരു കണ്ടീഷനും ഇല്ല. മാലയും കമ്മലൊന്നും അവിടെ പറയുന്നില്ല, ഒരു കാര്യവും പറയുന്നില്ല. അൺകണ്ടീഷണലാണ്, തികച്ചും സൗജന്യമാണ്. എന്നാൽ നാം സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ വരുമ്പോഴാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്തിനാ അങ്ങനെ പറയുന്നത്? തുടർന്ന് പണികൾ നടക്കേണ്ടതുണ്ട്. മരുഭൂമിയുടെ അനുഭവങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ധാരാളം പണികൾ നമ്മുടെ ജീവിതത്തിൽ വരും. വിവിധങ്ങളായ കാറ്റുകൾ അടിക്കും, തിരമാലകൾ ആഞ്ഞാഞ്ഞടിക്കും. തുടർന്ന് മുൻപോട്ട് പോകുമ്പോൾ പാറമേൽ അടിസ്ഥാനമിട്ട് മുൻപോട്ട് പോകണം. മണൽമേലല്ല അടിസ്ഥാനം ഇടേണ്ടത്. പാറമേൽ അടിസ്ഥാനമിട്ട് മുൻപോട്ട് പോകണം. അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി താഴെ പോവും. ബാക്കിയുണ്ടോ എന്നൊക്കെ ചോദിച്ച് വരുന്നവന്മാർ, എസ്തേർ അവിടെ ഉണ്ടല്ലോ, റെബേക്ക ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ആരാ അവരെവിടെ ഉണ്ടല്ലോ, ഇവരിവിടെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ വരുന്നത്. ഒന്നിനെക്കുറിച്ചും ഗ്രാഹ്യമില്ല. പഴയ നിയമം എന്താ പുതിയ നിയമം എന്താണെന്നൊന്നും തിരിച്ചറിയുന്നില്ല. ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദാവീദിൻ്റെ താല്പര്യമോ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മുടെ താല്പര്യം എന്താ? ഞാനാകുന്ന കല്ല് വെട്ടുകുഴിയിൽ വെച്ച് പണത് അതിൻ്റെ പണിക്കുറവ് തീർത്ത് അതിനെ യോഗ്യമായ നിലയിൽ, മനോഹരമായ കല്ലെന്നുള്ള നിലയിൽ തീയിലൂടെയും വെള്ളത്തിലൂടെയൊക്കെ കടത്തിവിടും. എന്തിനാ? അത് തേജസ്സിൻ്റെ രത്നങ്ങൾ എന്നുള്ള നിലയിൽ പ്രഭാപൂരിതമായിട്ട് രംഗത്തേക്ക് വരണം. പ്രഭയുള്ള രത്നങ്ങളായിട്ട് പുറത്തേക്ക് വരണം, അല്ലേ? തേജസ്സിൻ്റെ രത്നങ്ങൾ എന്നുള്ള നിലയിലേക്ക് അത് ഒരുക്കിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് വിവിധങ്ങളായ നിലയിൽ നമ്മെ കൈകാര്യം ചെയ്യും. അതിനാണ് സമർപ്പണത്തിലേക്ക് വരണമെന്ന് പറയുന്നത്. അന്നേരമാണ് പറയുന്നത് എനിക്കൊരു കുണുക്കും കൂടെ ഇടണമെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കണം, പട്ടാളത്തിലാകട്ടെ, മെഡിക്കൽ ഫീൽഡിലാകട്ടെ, അതുപോലെ മറ്റ് ഈ എയറോനോട്ടിക്കൽ മേഖലകളാകട്ടെ, ഇവിടങ്ങളിലൊക്കെ ജോലിക്ക് വരുന്ന ആളുകളോടൊക്കെയുള്ള ബന്ധത്തിൽ എന്തുമാത്രം സ്ട്രിക്റ്റ് റൂൾസ് ആണെന്നറിയാവോ? എന്തുമാത്രം സ്ട്രിക്റ്റ് റൂൾസാണ്. അവർ വസ്ത്രം ധരിക്കുന്ന കാര്യമാകട്ടെ, തലമുടി കെട്ടിവെക്കുന്ന കാര്യമാകട്ടെ, എന്ന് വേണ്ട എല്ലാ മേഖലകളിലും സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. എന്തിനാ? ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സമർപ്പണത്തിൽ നിൽക്കണം, എങ്കിലേ അതിന് അനുവാദമുള്ളൂ. ഓടിച്ചാടി വരുന്നവർക്കെല്ലാം അത് ചെയ്യാൻ അനുവാദം കിട്ടുമോ? ഇല്ല. അതിന് ക്വാളിഫൈഡ് ആകണം, അതിന് വില കൊടുക്കണം, ആ ഒരു സമർപ്പണത്തിലേക്ക് വരണം. അവർക്കാണത് ചെയ്യാനായിട്ട് അനുവാദം കിട്ടുന്നത്. എല്ലാവർക്കും സാധ്യമല്ല. അങ്ങനെയെങ്കിൽ തേജോമയനായ ദൈവത്തിൻ്റെ ഡ്രീം പ്രൊജക്റ്റാണ് തൻ്റെ സഭയെന്ന് പറയുന്നത്. ഡ്രീം പ്രൊജക്റ്റ്. ഈ കാണുന്ന ഭൂമിയെ കത്തിച്ച്
പുതിയൊരു ഭൂമിയും പുതിയൊരു ആകാശവും വെളിപ്പെടാൻ പോകുന്നു. അതിലേക്ക് തേജസ്സിൻ്റെ നഗരം, മണവാളിന് വേണ്ടി അലങ്കരിച്ച് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഒരു നഗരം എന്ന നിലയിൽ ഇറങ്ങി വരികയാണ് പുതിയ യെരൂശലേം. അതാണ് പണിതീർക്കപ്പെട്ട സഭ. അതാണ് തൻ്റെ മണവാട്ടി. അതാണ് തന്നെത്താൻ ഒരുക്കിയ മണവാട്ടി. അതാണ് ശുശ്രൂഷകന്മാരാൽ അലങ്കരിച്ചൊരുക്കിയ മണവാട്ടി. രണ്ടും പറയും. മണവാട്ടി തന്നെത്താൻ ഒരുക്കി, ഒരുക്കാൻ ഏൽപ്പിച്ച പുള്ളികൾ അവളെ ഒരുക്കി ആ നിലയിൽ അവളെ കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട്. ഇത് എല്ലാവർക്കും ഉള്ള കാര്യമല്ലെന്നേ. ഇത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നെന്നോർത്ത് ഇത് എല്ലാവർക്കും ഉള്ള കാര്യമല്ല ഈ പറയുന്നത്. എല്ലാവർക്കും ഇത് കേട്ടാൽ ഗ്രഹിക്കാൻ പറ്റില്ല. ഒരു ന്യൂജൻ പെന്തിക്കോസുകാരൻ ഇത് കേൾക്കുകയാണെങ്കിൽ കേട്ട് തീർന്നു കഴിഞ്ഞിട്ട് കേൾക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. ഇത്രയും നേരം ഇരുന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഹൃദയസ്തംഭനം ഉണ്ടാവും. ഇൻ കേസിൽ കേട്ടെന്ന് വിചാരിച്ചോ, കേട്ട് കഴിഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് വരുന്ന വഴിക്ക് തന്നെ ചോദിക്കും, എസ്തേറിന് കുണുക്കുണ്ടായിരുന്നില്ലേ, എനിക്കൊരു കുണുക്ക് കിട്ടിയാൽ തിരക്കേടില്ലല്ലോ എന്ന് എന്നാലും പറഞ്ഞു കളയും. കാര്യങ്ങളെ വിവേചിക്കാനോ മനസ്സിലാക്കാനോ ഈ പറയപ്പെട്ട ആളുകൾക്ക് കഴിയുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ ആ രക്ഷയുമായി ബന്ധപ്പെട്ടൊന്ന് ഓടിച്ചു പറഞ്ഞല്ലോ. മുന്നമേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ആരെങ്കിലും പുതുതായിട്ടൊക്കെ നമ്മളെ കേൾക്കുകയാണെങ്കിൽ അവർക്കൊന്ന് പ്രയോജനപ്പെട്ടോട്ടെ എന്നോർത്താണ് രക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ഓർമ്മപ്പെടുത്തലൊന്ന് ഓർമ്മപ്പെടുത്തിയത്. സ്നേഹിത, നീ കിടന്നത് എവിടെയാണെന്നൊന്ന് ഓർത്ത് നോക്കുക. നിനക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് സംസാരിക്കാനുള്ള വോയിസ് തന്നെ ഉണ്ടോ എന്ന് നീ ചിന്തിച്ചു നോക്കണം. അതിനൊന്നും സാധ്യതയില്ലാത്ത സാഹചര്യമായിരുന്നു. കുഴവയാലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ തിരിച്ചറിവുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ കോലാഹലങ്ങളിൽ ഒന്നും തലയിടില്ല. ഈ ബോധ്യങ്ങളുള്ള ഭക്തന്മാരൊന്നും ഇത്തരം കോലാഹലങ്ങളിൽ തലയിടില്ല. ഇതൊന്നും അബദ്ധമായി പോയി എന്ന് തോന്നില്ല. നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ പെന്തിക്കോസിൻ്റെ 16ാം തലമുറയൊന്നുമല്ല. എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ ആദ്യമായിട്ട് വിശ്വാസ വഴി വന്നയാൾ ഞാനാണ് വളരെ കൃത്യതയോടും വീറോടും നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത് ബോധ്യങ്ങളിൽ നിന്നാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു കൊണ്ടുവന്ന ആ ഒരു രീതി അനുസരിച്ച് നാം ബലിപീഠത്തിലെത്തി. കഴിഞ്ഞുപോയ കുറേ മെസ്സേജുകളിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊണ്ടുവന്ന് ബലിപീഠത്തിലെത്തി എന്ന് പറഞ്ഞ് നിർത്തുകയായിരുന്നു. ഇന്ന് സമയം പോയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. നാം ബലിപീഠത്തിലേക്ക് വന്നിരിക്കുകയാണ്. കത്തുന്ന ബലിപീഠത്തിലേക്ക് വന്നിരിക്കുകയാണ്. ശേഷം കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. അപ്പോൾ ഗൗരവമായ ചിന്തകൾ നിങ്ങളുടെ മുമ്പാകെ ഇന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. പുറപ്പാട് ദിവസം 3-ാം അധ്യായം 32-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട പൊൻകുടുക്കുകൾ പെൺമക്കൾക്ക് മാത്രമല്ല ആൺമക്കൾക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് മറക്കരുതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.